അസ്സലാമു അലൈക്കും. ഒരാൾ ജോയിൻ ചെയ്ത് 2-4 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. നമുക്കിനി 21-ാമത്തെ ചാപ്റ്റർ മുതലാണ് എടുക്കാനുള്ളത്. ഓരോ ചാപ്റ്ററിലെയും പിന്നെ അതിന്റെ പാഠഭാഗം മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അതില് 21-ാമത്തെ ചാപ്റ്ററിൽ നെഹി ഉണ്ടല്ലോ. നെഹി ആണ് എന്ത് ചെയ്യുന്നത്, ഇതില് പരാമർശിക്കുന്നത്. അതിന്റെ കണ്ടന്റിന്റെ ഭാഗം ഒന്ന് വായിക്കാം. ഇദ്ഹബ് യാ സാജിദ് ഇലൽ മദ്രസ വലാ തദ്ഹബ് ഇലൽ മൈദാൻ. അതിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വാക്കുകളുടെ അർത്ഥം മാത്രം പറഞ്ഞാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇദ്ഹബിന്റെയും ലാ തദ്ഹബിന്റെയും അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫീല് അമറാണ് ഇദ്ഹബ് എന്നുള്ളത്, അതേപോലെ തന്നെ നഹിയാണ് എന്ത് ലാ തദ്ഹബ് എന്നുള്ളത്. അത് പുരുഷനോട് പറയുമ്പോഴാണ് ഇദ്ഹബ് ലാ തദ്ഹബ് എന്ന് വരുന്നത്. പറയുന്നത് എങ്കില് ഇദ്ഹബി എന്നും തദ്ഹബി എന്നും ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ ഉണ്ടാവുക. ഇദ്ഹബി യാ സൈനബ് എന്നാണ്. ബാക്കിയുള്ള വായിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. യാ സൈനബ് ഇഖ്റഇ അദ്ദർസ വലാ തൻദുറി ഇലൽ ഖാരിജ്. ഖാരിജ് എന്ന് പറഞ്ഞാല് പുറത്തേക്ക് നോക്കരുത്. യാ ബിൻതു ലാ തദ്ഹകി ഫിൽ ഫസ്ൽ. ളഹിക യദ്ഹകു ചിരിക്കുക എന്നാണ്, അറിയണ്ടാവും. ലാ തദ്ഹകി ഫിൽ ഫസ്ൽ ബൽ ഇസ്മഇ കലാമൽ ഉസ്താദ്. എന്താ ചെയ്യേണ്ടത്? ഇസ്മഇ കേൾക്കുക, കലാമൽ ഉസ്താദി അധ്യാപകന്റെ സംസാരം. യാ അഹ്മദ് ഇദ്ഹബ് ഇലൽ മൈദാൻ വൽഅബ് ഫീഹി. അഹ്മദ് നീ കളിസ്ഥലത്തേക്ക് പോകൂ, അവിടുന്ന് കളിക്കുകയും ചെയ്യും. വഅൻതി യാ ആയിഷ അല്ലദി ആയിഷ ഇദ്ഹബി മഅ അഹ്മദ് ഇലൽ മദ്രസ. നീ അഹ്മദിന്റെ കൂടെ മദ്രസയിലേക്ക് പോകുക. വലാ തദ്ഹബി ഇലൽ മൈദാൻ. നീ എന്ത് ചെയ്യരുത്? കളിസ്ഥലത്തേക്ക് പോകരുത്. അപ്പോ ഇവിടെ പാഠഭാഗത്തിന് മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് അമ്രും നഹിയും. അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ പാഠത്തിലുള്ള മെയിൻ ഫോക്കസ്. ആ കാര്യങ്ങളാണ് അതിന്റെ തമ്രിനാത്തിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും വാക്കർത്ഥങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചൊള്ളുക നോക്കിയിട്ട്. നാഫിദത്ത് എന്ന് പറഞ്ഞാൽ വിൻഡോ ആണ് അർത്ഥം കേട്ടോ. ഇതിനടിയിൽ വന്നിട്ടുള്ള ഒരു വാക്ക് നാഫിദത്ത് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം വിൻഡോ എന്നാണ്. ബാക്കിയുള്ളതൊക്കെ അറിയുന്നതായിരിക്കും. ഫതഹ യഫ്തഹു തുറക്കുക. അപ്പൊ അതിന്റെ ഒരു തംറീനാത്തിൽ അതിന്റെ പ്രാക്ടീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ലാ തക്തുബ്, ലാ തക്തുബ, ലാ തക്തുബു, ലാ തക്തുബി, ലാ തക്തുബ, ലാ തക്തുബിന. അതേപോലെ മറ്റു ഫീലുകൾ എങ്ങനെയാണ് ചെയ്യുക, അതിന്റെ തസറുഫൊക്കെ എങ്ങനെ ചെയ്യാന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് 21-ാമത്തെ ചാപ്റ്റർ വന്നിട്ടുള്ള മെയിൻ സംഗതികൾ. 22-ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. 22-ാമത്തെ ചാപ്റ്ററിൽ പുതിയ വേർഡുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മക്തബ്, റിസാലത്ത്, ജമീലത്ത്, ഗുർഫത്തുൽ ഇസ്തിഖ്ബാൽ. ഗുർഫത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ പറയുന്ന പേരാണ് ഗുർഫത്തുൽ ഇസ്തിഖ്ബാൽ എന്നുള്ളത്. അൽ ഇജാസ സൈഫിയ്യ, അൽ ഉത്ല സൈഫിയ്യ എന്ന് പറയാറുണ്ട്. ഓക്കെ, സമ്മർ വെക്കേഷൻ എന്നുള്ള അർത്ഥത്തില്. ഹഫാവത്ത് പറഞ്ഞാൽ സന്തോഷത്തോട് എന്നർത്ഥം കേട്ടോ. ഹദായിഖ് തോട്ടങ്ങൾ, ഹദീഖത്തിന്റെ ജമ്മാണ്. ഷാത്തിഅ് തീരം. ജമീല നമുക്കറിയാം ക്ലാസ്മേറ്റ്, കൂടെയുള്ള ആള് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ജമീല ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിന്റെ അടിയിലുള്ള ഭാഗം അത് പറയുന്നത് നിങ്ങൾ ശരിക്ക് വായിക്കുക, എഴുതുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നാണ് എന്ത് ചെയ്യുന്നത് ആ പാഠഭാഗത്തെ കുറിച്ച് ഒരു നിർദ്ദേശം തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ലമീർ ആയിദ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ഇവിടെ പഠിക്കുന്നത്. മടങ്ങി വരുന്ന ലമീറിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം നമുക്ക്. മുഹമ്മദൻ ഇല മക്തബിഹി. മുഹമ്മദ് തന്റെ ഓഫീസിലേക്ക് പോയി. ഇലൽ മക്തബ് എന്നല്ല പറഞ്ഞത്, ഇല മക്തബ് എന്നല്ല പറഞ്ഞത്, ഇല മക്തബിഹി അവന്റെ ഓഫീസിലേക്ക്. ഹി എന്നുള്ള ഹുവ എന്നുള്ള ദമീർ മടങ്ങുന്നത് ആരിലേക്കാണ്? മുഹമ്മദിലേക്കാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഫതഹ ബാബഹു, അതിന്റെ വാതിൽ തുറന്നു. അവന്റെ വാതിൽ എന്നല്ല അവിടെ വരിക, ഫതഹ ബാബഹു എന്നാണ് അതിന്റെ വാതിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അതായത് മക്തബിന്റെ വാതിൽ തുറന്നു. അപ്പൊ വജദ റിസാലത്ത സ്വദീഖിഹി, എന്നിട്ട് അവൻ കണ്ടു
എന്താ കണ്ടത്? റിസാലത്ത സ്വദീഖിഹി, തന്റെ കൂട്ടുകാരന്റെ ഒരു കത്ത്. സ്വദീഖിഹി, അവന്റെ കൂട്ടുകാരൻ. ഖറഅന്റെ കൂടെ എന്ത് വന്നു? ഹാ എന്നുള്ളൊരു ളമീർ വന്നു. അതെന്തിലേക്കാണ് മടങ്ങുന്നത്? അവിടെ സ്ത്രീലിംഗം എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? റിസാലത്താണ്. അപ്പൊ ആ കത്ത് അവൻ വായിച്ചു. ഫരിഹ ബിഹ, വീണ്ടും ഹാ പോകുന്നത് കത്തിലേക്ക് തന്നെയാണ്. ജലസ അല കുർസിയിഹി, അവന്റെ കസേരയിൽ അവൻ ഇരുന്നു. വബദഅ യക്തുബു ഇലാ സ്വദീഖിഹി, എന്നിട്ട് അവന്റെ കൂട്ടുകാരന് മറുപടി എഴുതാൻ തുടങ്ങി. അതായത് ബദഅ യക്തുബു ഇലാ സ്വദീഖിഹി എന്ന കൂട്ടുകാരനിലേക്ക് എഴുതാൻ തുടങ്ങി പറഞ്ഞാൽ ഈ കത്തിന് മറുപടി എഴുതാൻ തുടങ്ങി. അപ്പം ഇലാ സ്വദീഖിഹി എന്നുള്ളതിലെ അവസാനത്തെ ളമീറിഹി പോകുന്നതും ആരിലേക്കാണ്? ഈ പറഞ്ഞ മുഹമ്മദിലേക്ക് തന്നെയാണ് പോകുന്നത്. സ്വദീഖിഹി, അവന്റെ കൂട്ടുകാരൻ, മുഹമ്മദിന്റെ കൂട്ടുകാരൻ. ശരി, ഇനി അതിന്റെ സ്ത്രീലിംഗം എങ്ങനെയാ വരാന്നുള്ളതാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ദഖലത് ഫാത്തിമത്തു ബൈതഹ, ഫാത്തിമ അവളുടെ വീട്ടിൽ കയറി. മഅ ജമീലത്തിഹ, അവളുടെ കൂട്ടുകാരിയോടൊത്ത്. വഖാലത്ത് ലി ഉമ്മിഹ, എന്നിട്ട് അവളുടെ ഉമ്മയോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഫറദ്ദത് ഉമ്മുഹ അസ്സലാമ, റദ്ദത്ത് സലാം അടക്കി എന്നുള്ളതിനാണ് കേട്ടോ റദ്ദ എന്ന് പറയുന്നത്. റദ്ദ സലാം. റദ്ദത്ത് ഉമ്മുഹ, ഇവിടെയൊക്കെ കുറെ ളമീറുകൾ വന്നിട്ടുണ്ട്. ജമീലത്തുഹ, അവളുടെ കൂട്ടുകാരി. ലി ഉമ്മി ഹ, അവളുടെ ഉമ്മ. ഓക്കെ, അപ്പൊ അത്തരത്തില് കുറെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ളമീറുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇപ്പൊ ക്ലാസ്സിൽ ലൈവിലുണ്ടോ ആരെങ്കിലും? ഓക്കെ ഓക്കെ, റെക്കോർഡിംഗ് ഉണ്ടല്ലോ അവിടെ? റെക്കോർഡിംഗ് നടക്കണ്ടല്ലോ അല്ലേ? ഞാനത് അഥവാ ക്ലാസ്സിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് റെക്കോർഡിംഗ് ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് എന്ത് ചെയ്യും, പിന്നെ ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകളുണ്ടെങ്കിൽ ചോദിക്കണേ. ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നോണ്ടേ, നാളെ പരീക്ഷ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നെങ്കിലേ തീരുള്ളൂ. കാരണം നിങ്ങൾക്ക് കേൾക്കാനുള്ള സമയമാണ്, പഠിക്കാനുള്ള സമയമാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ മാത്രം ഇങ്ങനെ ഓടിച്ചു പോവാണ്. അപ്പൊ ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്? ഈ ഒരു ളമീറിനെ കുറിച്ചാണ്, ഒന്നിലേക്ക് മടങ്ങി വരുന്ന ളമീറിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ളമീർ അൽ ആയിദ് എന്നതിന് പറയും. ദെൻ ഉമ്മയുടെ അടുത്തേക്ക് പോയി, ഉമ്മ സലാം മടക്കി. വജലസ്ന ഫി ഗുറഫത്തിൽ ഇസ്തിഖ്ബാൽ, എന്നിട്ട് അവരെന്ത് ചെയ്തു? റിസപ്ഷനിൽ ഇരുന്നു. ഗുർഫത്തുൽ ഇസ്തിഖ്ബാൽ, വീടിന്റെ റിസപ്ഷൻ എന്ന് പറഞ്ഞാല് അവിടെ സ്വീകരണ മുറിയിൽ ഇരുന്നു എന്നർത്ഥം. ദാറൽ ഹദീസു ബൈനഹുന്ന, ദാറ എന്ന് പറഞ്ഞാൽ നടന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഓക്കെ, ദാറൽ ഹദീസു ബൈനഹുന്ന, അവർക്കിടയിൽ. ബൈന ഹുന്ന, ഹുന്ന ഇതിലേക്കൊക്കെ മടങ്ങുന്നത് ഉമ്മ, ഇവർ രണ്ടുപേര്, അങ്ങനെ മൂന്നാളായില്ലേ? ഇവർക്കിടയിൽ സംസാരം നടന്നു. ഹൗല സിയാസ അൽ വതനിയ അദ്ദുവലിയ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിലൊക്കെ എന്ത് ചെയ്തു? അവർ പരസ്പരം സംസാരിച്ചു. സിയാസ അൽ വതനിയ വദ്ദുവലിയ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എന്നുള്ളതിനാണ് അൽ വതനിയ വദ്ദുവലിയ എന്ന് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തത്, ദാനി സ്വദീഖി ഇലാ ബൈത്തിഹി, എന്റെ കൂട്ടുകാരൻ എന്നെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചു. സ്വദീഖി എന്ന് പറയല് ഒരു യാ ഉണ്ട് അവസാനത്തില്. അതെന്താണ്? സ്വദീഖുൻ ലി, എന്റെ കൂട്ടുകാരൻ അല്ലെ? അത് ആ യാ എന്റെ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ ഇല ബൈത്തിഹി, അവന്റെ വീട്ടിലേക്ക്. ബൈത്തിഹി ഫിൽ ഇജാസത്തി സൈഫിയത്തി, എന്തിനാ വിളിച്ചേ? സമ്മർ വെക്കേഷനില്. ഇജാസ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ നടത്തും, ഒഴിവ് എന്ന അർത്ഥത്തിൽ പറയും. അതേ വാക്ക് അതിന് തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് എന്ത്? ഉത്ല എന്നുള്ളതും. ഖബിൽതു ദഅവതഹു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അവന്റെ ദഅവത്ത്, അവന്റെ ക്ഷണം എന്ത് ചെയ്തു? ഞാൻ സ്വീകരിച്ചു. ഖബിൽതു വനസൽതു ഇൻദഹു, ഞാൻ അവന്റെ അടുത്ത് ഇറങ്ങി. അവന്റെ അടുത്ത് പോയി എന്നർത്ഥം വരും നസൽതു. മഴ വർഷിപ്പിക്കുന്നതിന് നസല പറയും. അതേപോലെ തന്നെ നമ്മൾ സ്ഥലത്ത് ഇറങ്ങിയതിനും എന്ത് ചെയ്യും? നസല എന്നുള്ള വാക്ക് ഉപയോഗിക്കും. നസൽതു ഇൻദഹു ലഖിയനി ബിഹഫാവത്തിൻ ബാലിഗ, അവൻ നല്ല സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു? എന്നെ കണ്ടുമുട്ടി. വഫരിഹ ബിഖുദൂമി, എന്റെ ഞാൻ വന്നതിൽ അവൻ എന്ത് ചെയ്തു? സന്തോഷിക്കുകയും ചെയ്തു. ഖുദൂമി എന്ന് പറഞ്ഞാൽ എന്റെ ആഗമനം. ഖറജ്ന ദാത്ത മസാഇൻ, ആ ദിവസം വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങി. ഇലാ നഹരിൻ, ഒരു പുഴയിലേക്ക്. യജ്രി അന്നഹറു അബ്ര ഹദീഖത്തി, അബ്ര എന്ന് പറഞ്ഞാല് ഇടയിലൂടെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അബ്ര.
അബ്ര ഹദീഖത്തിഹി, അവന്റെ തോട്ടത്തിനിടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ നദി ഒഴുകുന്നത്, ജറായജിരി ഒഴുകുക. അപ്പൊ ജലസ്ന അല ഷാത്തി ഇഹി തൊവീലൻ, അവിടെ ഷാത്തി ഇഹി എന്ന് പറഞ്ഞാല് ആ ഹി പോകുന്നത് ഏതിലേക്കാണ്, നെഹറിലേക്കാണ് പോകുന്നത്. അപ്പൊ നെഹറിന്റെ ഷാത്തി ഇഹി, അത് സാന്ദർഭികമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പല സംഗതികളും മനസ്സിലാവുക, എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് അർത്ഥം കൂടി മനസ്സിലാക്കുമ്പോൾ ക്ലിയർ ആവാം. ഫരിഹ്ന കസീറൻ, ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, ബിമൾനറി ഷാത്തി, ആ തീരത്തിന്റെ കാഴ്ചകൾ കൊണ്ട്. റജഅന ഇലൽ ബൈത്തി ലൈലൻ, എന്നിട്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിലേക്ക് മടങ്ങി. അക്കല്ലൽ അഷാ, ഞങ്ങള് രാത്രി ഭക്ഷണം കഴിച്ചു. വസല്ലൈന സ്വലാത്തൽ ഇശാഇ, എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇശാ നമസ്കാരം നമസ്കരിക്കുകയും ചെയ്തു. സുമ്മ നിംന, എന്നിട്ട് ഞങ്ങൾ ഉറങ്ങുകയും ചെയ്തു. അപ്പൊ അതാണ് 22ാമത്തെ ചാപ്റ്ററിലുള്ള ഭാഗം. അതിൽ വരുന്നത് ലമീർ ആയതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി വരുന്നത് 23ാമത്തെ ചാപ്റ്ററാണ്. അതില് അതത് മഅദൂദാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത്. അതത് മഅദൂദ് പറഞ്ഞ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോ അത് നമുക്ക് നോക്കി നോക്കാം. അതിലുള്ള പുതിയ വാക്കുകൾ എന്തൊക്കെയാണ്? വല്ലഫ, വല്ലഫ എന്ന് പറഞ്ഞാല് എംപ്ലോയി എന്നർത്ഥം. ദെൻ മസ്ന, ഫാക്ടറി. മുഹന്ദിസ്, എഞ്ചിനീയർ. മുമർരിള, നഴ്സ്. ഹാഫിലത്ത്, ബസ്. സ്വാല, റിയാദിയ, സ്പോർട്സ് ഹാൾ. കുല്ലിയത്ത്, കോളേജ്. മുദക്കിറ, നോട്ട്സ് എന്നർത്ഥം, മുദക്കിറ. മുദീർ, ഡയറക്ടർ. സബൂൻ, കസ്റ്റമർ. മലാബ്, പ്ലേ ഗ്രൗണ്ട്. ഫാഅത്ത്, ഹോള്. ഫാഅത്ത് എന്നും സ്വാലത്ത് എന്നും ഹോളിനും പറയും കേട്ടോ. പിന്നെ ദായിറ ഇന്തിഖാബിയ എന്ന് പറഞ്ഞാൽ, ദായിറത്തുൽ ഇന്തിഖാബിയ എന്ന് പറഞ്ഞാല് തിരഞ്ഞെടുപ്പുമായിട്ട്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസ്, അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇന്തിഖാബിയ എന്ന് പറഞ്ഞാൽ. പിന്നെ നാഹിബും അതുപോലെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്, ഇലക്ഷനും കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ് നാഹിബ് എന്നുള്ളത്. ഓക്കെ, അതില് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്താന്ന് പറഞ്ഞാൽ, അതിൽ ഞാൻ 2 പേജും കൊടുത്തിട്ടില്ല, അവിടെ ഒരു പേജ് മാത്രമേ എന്ത് കൊടുത്തുള്ളൂ. അതിൽ 2 പേജ് ഉണ്ട് അതിന്റെ ഭാഗങ്ങൾ വരുന്നത്. ഞാൻ അതിലെ നിയമങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോ 1 മുതൽ 10 വരെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വാഹിദ്, ഇത്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ, തിസ്സ അശറ വരെ. ഇനി വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് അഹദ അഷറ, ഇത്ന അഷറ, സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഖംസത്ത അഷറ, സിത്തത്ത അഷറ, സബഅത്ത അഷറ, ثمانية عشر، 19 20، 21، 22، 23، 24، 25، 26، 27، അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ അതില് ആ ഒരു സംഗതി ഓർമ്മയിലുണ്ടാവുക. പരീക്ഷയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു എണ്ണമെങ്കിലും കറക്റ്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിലെ നിയമങ്ങളൊക്കെ പോയാലും ശരി, എണ്ണമെങ്കിലും കറക്റ്റ് നോക്കിയതാണെന്നുള്ളത്. ചിലപ്പോൾ അത് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ തെറ്റ് തിരുത്താനൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. തെറ്റിദ്ധരിക്കാനുള്ളതിൽ വരുമ്പോഴാണ് ഹർക്കത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് ആക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോ നിയമം പറഞ്ഞുതരാം. അഹദ അഷറ എന്നുള്ളത് വരുമ്പോ അതിന്റെ കൂടെ അതിന്റെ തമ്മീസ് പറയുമ്പോൾ, അതിന്റെ മഅദൂദ് പറയുമ്പോൾ അഹദ അഷറ കൗകബൻ സിംഗുലർ ആയിരിക്കും. അതേപോലെ തന്നെ നസ്ബു ആയിരിക്കും. അഹദ അഷറ എന്താണ് നമ്മൾ പറയുന്നത്? മുഅന്നസ് ആണെങ്കിൽ അഹദ അഷറ ഉപയോഗിക്കും. മുദക്കർ ആണെങ്കിൽ അഹദ അഷറ ഉപയോഗിക്കും. മുഅന്നസ് ആണെങ്കിൽ ഇഹദ അഷറത്ത എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇഹദ അഷറത്ത ബിൻതൻ. ഓക്കെ, ഇസ്ന അഷറക്കും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. ഇസ്ന അഷറ വലദൻ, ഇസ്നത അഷറത്ത ബിൻതൻ. എന്നാൽ സലാസത്ത അഷറ വരുമ്പോൾ പുല്ലിംഗ് ആണെങ്കിൽ, വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്ക് പുല്ലിംഗ് ആണെങ്കിൽ സലാസത്ത അഷറ വലദൻ എന്ന് ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് വാക്ക് പറയുന്നത്, അത് സിംഗുലർ ആയിട്ട് വേണം ഉപയോഗിക്കാൻ. സലാസത്ത അഷറ വലദൻ. ഇനി ബിൻത്തിനെ പറ്റിയാണോ അത് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം? സലാസ അഷറത്ത ബിൻതൻ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാം. സലാസ അഷറത്ത ബിൻതൻ. അഷറത്തിന്റെ അതേ അതായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പറയാൻ പോകുന്ന എണ്ണപ്പെടുന്ന വസ്തു എന്താണോ ആ വസ്തുവിന്റെ അതേ ലിംഗായിരിക്കും അഷറക്ക് വരുന്നത്. അഷറത്ത. ഓക്കെ, സലാസ അഷറത്ത
വലദൻ. സോറി, സലാസ അശറത്ത ബിന്തൻ എന്നാണ് വരിക. അപ്പൊ ആ രീതിയിലാണ് 19 വരെ എന്ത് ചെയ്യുന്നത്, അതേ കാറ്റഗറിയിലാണ് പോകുന്നത്. പിന്നെ 20, 21 വരുമ്പോൾ വാഹിദൻ വൈഷറൂന എന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇഹ്ദ വൈഷറൂന എന്ന് ഉപയോഗിക്കും, ഇസ്നാനി വൈഷറൂന എന്ന് ഉപയോഗിക്കും. സ്ത്രീലിംഗാണെങ്കിൽ ഇസ്നത്താനി വൈഷറൂന എന്ന് ഉപയോഗിക്കും. പിന്നെ സലാസത്തുൻ വൈഷറൂന, അർബഅത്തുൻ വൈഷറൂന ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് പോകുന്നത്. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ എണ്ണത്തിന്റെ കാര്യം വരുന്നത്. കുറെ ഡീറ്റെയിലേക്ക് പോകാൻ ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് അത് തൽക്കാലം അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഇനി അടുത്ത പാഠത്തിലെ അതത് വസ്ഫി എന്ന് പറഞ്ഞ സംഗതിയാണ്. നേരത്തെ നമ്മള് പിന്നെ 1, 2, 3, 4, 5 എന്നുള്ള രീതിയിലുള്ള എണ്ണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ പാഠഭാഗം എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പുതിയ വാക്കുകളൊന്ന് പരിചയപ്പെടാം. ത്വാബിഖ്, മഹല്ലുൽ മലാബിസ്. ത്വാബിഖ് എന്ന് പറഞ്ഞാൽ നിലകൾ എന്നർത്ഥം, നില എന്നർത്ഥം. ഒന്നാമത്തെ നില ത്വാബിഖുൽ അവ്വൽ, ത്വാബിഖുൽ അർദി, ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ രീതിയിൽ അതിൽ പറയും ത്വാബിഖ് എന്നുള്ളത്. ദെൻ മഹല്ലുൽ മലാബിസ്. മഹല്ലുൽ മലാബിസ് എന്ന് പറഞ്ഞാല് വസ്ത്രങ്ങളുടെ ഷോപ്പിന് പറയുന്ന പേരാണ് മഹല്ലുൽ മലാബിസ്. പിന്നെ അൽ ജാഹിസ, മഹല്ലുൽ മലാബിസ് അൽ ജാഹിസ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഷോപ്സ് എന്നർത്ഥം കേട്ടോ. ഒരു ഒറ്റ വാക്കാണ് അത്. അൽ മലാബിസുൽ ജാഹിസ, റെഡിമെയ്ഡ്. ജാഹിസ എന്ന് പറഞ്ഞാൽ റെഡിയാക്കിയത് എന്നർത്ഥം. ഒരു മേലെ കൊടുത്ത വാക്ക് ഒറ്റ വാക്കാണ്, മഹല്ലുൽ മലാബിസ് അൽ ജാഹിസ എന്നാണ്. ദെൻ മൻസില് നമുക്കറിയുന്ന വീടാണ്, വാക്കാണ് വീട് എന്നുള്ളത്. മക്തബത്തുൻ, ലൈബ്രറി എന്നുള്ളത്. ദെൻ അസീറുൽ ബുർത്തുഖാൽ, ഓറഞ്ച് ജ്യൂസ്. ഓക്കെ. ദെൻ അടുത്ത് നോക്കാം അതിന്റെ പാഠഭാഗം. അന അസ്കുനു ഫി ത്വാബിഖിൽ അവ്വൽ. ഞാൻ ഒന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഫാത്തിമ തസ്കുനു ഫി ത്വാബിഖിൽ താനി. ഫാത്തിമ രണ്ടാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ദെൻ ഹദറ മുഹമ്മദുൻ ഫിൽ ഹിസ്സത്തിൽ ഊല. മുഹമ്മദ് ഒന്നാമത്തെ പീരീഡ് ഹാജരായി. വഗാബ അനിൽ ഹിസ്സത്തി താനിയ. രണ്ടാമത്തെ പീരീഡിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ഗായിബായി, കാണാതായി അവൻ അവിടെ. ഷരിബ്ന അഷായി ഫി സഅത്തി താലിക. ഞങ്ങൾ 3 മണിക്ക്, സഅത്തി താലിക മൂന്നാമത്തെ അവറിൽ എന്നർത്ഥം, അല്ലെങ്കിൽ 3 മണിക്ക്. ഫി സഅത്തി താലിക ഞങ്ങൾ എന്ത് ചെയ്തു, ഷരിബ്ന ഷായ്, ചായ കുടിച്ചു. ദഖൽന അൽ മക്തബത ഫി സഅത്തി റാബിഅ. 4 മണിക്ക് ഞങ്ങൾ ദഖൽന അൽ മക്തബ, ലൈബ്രറിയിൽ പ്രവേശിച്ചു. വഖറജ്ന മിൻഹ ഫി സഅത്തി റാബിഅ, റാബിഅത്തി വന്നിസ്ഫ്. ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു, 4:30 മണിക്ക് പുറത്തിറങ്ങി. الرابعة والنصف. وصلنا إلى المنزل في الساعة 5:15. ഞങ്ങള് 5:15 5:15 5:15 എന്ത് ചെയ്തു, വീട്ടിലെത്തി. ذهب حامد إلى السوق في الساعة 6:00. 6 മണിക്ക് ഹാമിദ് എന്ത് ചെയ്തു, ذهب إلى السوق, അങ്ങാടിയിലേക്ക് പോയി, മാർക്കറ്റിലേക്ക് പോയി. ودخل في محل الملابس الجاهزة. എന്നിട്ട് എന്ത് ചെയ്തു, റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽസിൽ കയറി. وخرج منه في الساعة 8:00. 8 മണിക്ക് അവിടുന്ന് പുറത്തിറങ്ങി. وشرب عصير البرتقال في الساعة 9:00. 9 മണിക്ക് ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. ورجع إلى البيت ونام في الساعة 10:00. 10 മണിക്ക് ഉറങ്ങുകയും ചെയ്തു. വീട്ടിലെത്തി 10 മണിക്ക് ഉറങ്ങി. تنام في الساعة 11:00. تنام في الساعة 11:10 وننام في الساعة 12:10. വേറെ തന്നെ ഒരു ജുംലയാണ്. നീ الساعة 11:10, നീ 11 മണിക്ക് ഉറങ്ങുന്നു. ونحن ഞങ്ങളോ, وننام في الساعة 12:10, 12 മണിക്കാണ് ഉറങ്ങുന്നത്. حفظ محمد الدرس الثاني. മുഹമ്മദ് രണ്ടാമത്തെ പാഠം പഠിച്ചു. في حفظ محمد الدرس الثاني عشر. 12ാമത്തെ പാഠം പഠിച്ചു. ഫി സഫ്ഹത്തി الثالثة عشر. 13ാമത്തെ പേജിൽ വന്നിട്ടുള്ള 12ാമത്തെ പാഠം പഠിച്ചു. സാഫർതു ഫിൽ യൗമിൽ ഖാമിസ അഷർ. ഞാൻ 15-ാം തീയതി, 15ാമത്തെ ദിവസം എന്ത് ചെയ്യും, യാത്ര ചെയ്യും, യാത്ര പോവും. ഖറഅതു الدرس العشرين. ഞാൻ 20ാമത്തെ പാഠം വായിച്ചു. യഈഷു ഫിൽ ഖർനിൽ വാഹിദി വൽ അശ്രീൻ. ഞങ്ങൾ 21ാമത്തെ നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹുവ ഫി الثاني والعشرين من العمر. അവൻ 22ാമത്തെ വയസ്സിലുള്ള ആളാണ്. هذه القصة موجودة في الصفحة 44 من الكتاب. ഈ കഥ
പുസ്തകത്തിലെ 44-ാമത്തെ പേജിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള ഭാഗം. സംഗതികൾ, അതായത് എണ്ണം ഒന്നാമത്തെ, രണ്ടാമത്തെ എന്നൊക്കെ ഉള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ പാഠഭാഗത്തിൽ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ 25-ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ലർഫ് സമാനിനെ കുറിച്ചാണ് പറയുന്നത്. സ്ഥലത്തെ സൂചിപ്പിക്കുന്ന, സമയത്തെ സൂചിപ്പിക്കുന്ന ലർഫിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ വന്നിട്ടുള്ള വാക്കുകൾ നോക്കാം. ജാമിഅത്ത്, മനാറത്ത്, ഹദീഖത്തുൽ ഹയവാനാത്ത്, യറൂഖു, ജവ്വ്, ഷിതാ, അഖറബ്, സാഅത്ത്, ദഖീഖത്ത്, ഹലീബ്, ഖുറത്തുൽ ഖദം. ഇതൊക്കെയാണ് പുതിയ വാക്കുകൾ. അതിൽ ജാമിയ ഞങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റിയാണ്. മനാറ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഹദീഖത്തുൽ ഹയവാനാത്ത് സൂ എന്ന് പറയും. യറൂഖു എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് യറൂഖു എന്നുള്ളത്. ജവ്വ് അന്തരീക്ഷം, ഷിതാ തണുപ്പ് കാലം, ദെൻ അഖറബ്, അഖറബ് തേൾന്ന് പറയും. ദെൻ സാഅത്ത് സമയം, വാച്ച്, മണിക്കൂർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അവിടെ എന്തിനാണ് ഉപയോഗിച്ചതെന്നുള്ള സെന്റൻസ് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ദഖീഖ എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റിന് പറയുന്നതാണ് ദഖീഖ എന്നുള്ളത്. പിന്നെ ഹലീബ് പാല്, ഖുറത്തുൽ ഖദം ഫുട്ബോൾ. മനാറ എന്ന് പറഞ്ഞാല് മിനാരത്തിന് പറയുന്ന പേരാട്ടോ. മനാറ എന്ന് പറഞ്ഞാല് അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹാമിദ് ഡൽഹിയിലേക്ക് പോയതിന്റെ വിഷയം പറയാണ് ഈ പാഠഭാഗത്ത്. ഇതിൽ വന്നിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് നോക്കാം. സ്ഥലത്തെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരുപാട് സംഗതികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ വന്നിട്ടുണ്ടാവും. നോക്കാം. വസല ഹാമിദുൻ ഇലാ ദില്ലിഹി യൗമൽ ഇസ്നൈൻ. തിങ്കളാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്, സോറി യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ചയാണ് ഹാമിദ് ഡൽഹിയിൽ എത്തുന്നത്. മക്കസ ബിഹ ഉസ്ബുഅൻ. എന്നിട്ട് അവിടെ ഒരാഴ്ച താമസിച്ചു. മക്കസ താമസിച്ചു. സാറൽ ജാമിഅത്ത യൗമ സുലസ. ചൊവ്വാഴ്ച അവൻ എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു. വഖളാ ഫി ഹറമിഹ യൗമുൽ അറബിഅ. അതേപോലെ തന്നെ ബുധനാഴ്ചയും അതിന്റെ അങ്കണത്തിൽ തന്നെ എന്ത് ചെയ്തു, ചെലവഴിച്ചു. വദഹബ ലിമുശാഹദത്തി മനാറത്തിൽ ഖുത്ബ് യൗമുൽ ഖമീസ്. വ്യാഴാഴ്ച അവൻ എന്ത് ചെയ്തു, ഖുത്ബ് മിനാർ കാണാൻ പോയി. വഖാമ ബിസിയാറത്തിൽ മസ്ജിദുൽ ജാമിഅ യൗമുൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്തു, ജമാ മസ്ജിദ്, ഡൽഹിയിൽ ജമാ മസ്ജിദ് കാണാൻ പോയി. ഖറജ ഇലാ സിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത് യൗമുസ് സബ്ത്. ശനിയാഴ്ച അവൻ ഹദീഖത്തുൽ ഹയവാനാത്ത് സൂ കാണാൻ വേണ്ടി പോയി. വറജഅ മിൻഹ മസാഅൻ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, വൈകുന്നേരം മടങ്ങി വന്നു. ദഹബ ഇലാ സൂഖി ചാന്ദിനി ചൗക്ക് യൗമുൽ അഹദ്. ഞായറാഴ്ച ചാന്ദിനി ചൗക്കിലെ മാർക്കറ്റിലേക്ക് പോയി. വസ്തറ ഖമീസ് വബന്തലൂൻ ലി അഖീഹി. തന്റെ സഹോദരന് വേണ്ടിയിട്ട് ഒരു ഷർട്ടും പാന്റും ഒക്കെ വാങ്ങിച്ചു. യബ്ദഉൽ ആമുൽ മീലാദി ബിശഹ്രി യനാർ. ക്രിസ്തുവർഷം ആരംഭിക്കുന്നത് ഏത് മാസമാണ്, ജനുവരി മാസമാണ്. വയത്ലുഹു ഫെബ്രുവരി. എന്നിട്ട് അതിന് ശേഷം എന്താ വരുന്നത്, ഫെബ്രുവരി വരുന്നു. സുമ്മയത്തി ഷഹറു മാർച്ച്. പിന്നെ മാർച്ച് മാസം വരുന്നു. വയബ്ദഉ അൽ ആമുൽ മാലി ഫി ബിലാദിന ബിദായത്തി ഷഹ്രി അപ്രിൽ. നമ്മളെ നാട്ടിലൊക്കെ സാമ്പത്തിക വർഷം ആമുൽ മാലി കേട്ടോ, സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എപ്പോഴാണ്, ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിലാണ്. വൽ ഹർറു ഷദീദുൻ ഫി ഷഹ്രി മായു. മെയ്യിലാണെങ്കിൽ കടുത്ത ചൂടാണ്. ചൂട് വളരെ കാഠിന്യമുള്ളതാണ് മെയ് മാസത്തില്. വയൂനിയോ മായു വയൂനിയോ. മെയ്യിലും അതേപോലെ തന്നെ ജൂണിലും നല്ല ചൂടുണ്ടാവും. ഇത് ഡൽഹിനെ പറ്റി പറയുന്നതാണ് കേട്ടോ. വയൻസിലുൽ മതറു ഫി യൂലിയോ അഗസ്റ്റസ്. ജൂലൈയിൽ എന്ത് ചെയ്യും, ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മഴ വർഷിക്കുകയും ചെയ്യും. വയറൂഖുൽ ജവ്വു ഫി സെപ്റ്റംബർ. സെപ്റ്റംബർ മാസമാകുമ്പോൾ അന്തരീക്ഷമൊക്കെ നല്ല ആനന്ദകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. ഏതൊക്കെ മാസം, വയറൂഖുൽ ജവ്വു ഫി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. സെപ്റ്റംബറിലും ഒക്ടോബർ നവംബറിലൊക്കെ നല്ല അന്തരീക്ഷമായിരിക്കും. അമ്മ ഡിസംബർ എന്താണ്, ഫഹുവ ഷഹറു ഷിത. അത് നല്ല തണുപ്പിന്റെ മാസമാണ്. ഖാലിദ് കെമിസാൽ ആൻ. ഇപ്പൊ സമയം എത്രയായി ഹാമിദ്? അസാഅത്തുൽ ആൻ
الثانية عشرة تماما. ഇപ്പോൾ കറക്റ്റ് എത്രയായിരിക്കുന്നു? 12 മണിയായിരിക്കുന്നു. ഖാലിദ് കൈഫ യഅറിഫ് കൈഫ യുഅറഫു الوقت? എങ്ങനെ സമയം മനസ്സിലാക്കാൻ പറ്റുക? അപ്പൊ ഹാമിദ് പറഞ്ഞത് ഉൻദുർ ഖദ് വസല الأقرب الصغير والأقرب الكبير. ഇവിടെ അഖറബ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ സൂചിക്ക് പറയുന്ന പേരാണ് കേട്ടോ. അഖറബ് എന്നുള്ളത് സാധാരണ അഖറബ് തേള് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. ഒറ്റയ്ക്ക് വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. സെന്റൻസിന്റെ ഇടയിൽ വരുമ്പോ അതിന് സൂചി എന്ന അർത്ഥം. ഇവിടെ ഈ ക്ലോക്കിന്റെ അഖറബ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ സൂചിക്ക് പറയുന്നതാണ്. അപ്പൊ എങ്ങനെയത് മനസ്സിലാക്കിയത്? അൽ അഖറബുൽ കബീറു ഇല അർറഖ്ബി الثاني عشر. ചെറിയ സൂചി അൽ അഖ്റബുൽ കബീർ ഇല റഖബി ثاني عشر. വലിയ സൂചി 12 നമ്പറിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഫഹിയൽ ആൻ الساعة الثانية عشر. اوكي. وصل الأقرب الصغير والأقرب الكبير إلى الرقم الثاني عشر فهي الآن الساعة الثانية عشرة. രണ്ട് സൂചിയും വലിയ സൂചിയും ചെറിയ സൂചി 12ന്റെ അടുത്തെത്തിയത് കൊണ്ട് ഇപ്പൊ കറക്റ്റ് 12 മണിയായി എന്ന് ഞാൻ പറഞ്ഞത്. إذا وصل الأقرب الصغير إلى الرقم الواحد. ചെറിയ സൂചി ഒന്നിന്റെ അടുത്തെത്തുകയും والأقرب الكبير إلى الثاني عشر. വലിയ സൂചി 12ന്റെ അടുത്തെത്തുകയും ചെയ്താൽ فهي الساعة الواحدة. പത്രമായിരിക്കും സമയം, 1 മണിയാണ്. الأقرب الصغير يشير إلى الساعة. ചെറിയ സൂചി ഏതാണ് എത്രാമത്തെ മണിക്കൂറാണെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. والأقرب الكبير يشير إلى الدقيقة. വലിയ സൂചി എത്ര മിനിറ്റ് ആയി എന്ന് സൂചിപ്പിക്കുന്നതിനെയും എന്ത് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. ويقطع الأقرب الصغير مسافة ساعة واحدة إذا وصل من رقم إلى رقم آخر. ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് ചെറിയ സൂചി എത്തിക്കഴിഞ്ഞാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? 1 മണിക്കൂർ പൂർത്തിയായി എന്നതിനെ സൂചിപ്പിക്കുന്നു. ويقطع الأقرب الكبير مسافة 5 دقائق بين رقمين. എന്നാൽ വലിയ സൂചി 2 നമ്പറുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് 5 മിനിറ്റിനെ സൂചിപ്പിക്കുന്നു. 5 മിനിറ്റായി എന്നതിനെ സൂചിപ്പിക്കുന്നു. യഹുബ്ബു ഹാമിദു കുല്ല യൗം ഫജ്റൻ. ഹാമിദ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു. വയഷ്റബുൽ ഹലീബ ഫിൽ ഫുതൂർ. എന്നിട്ട് പ്രഭാത ഭക്ഷണത്തിന്റെ കൂടെ പാല് കുടിക്കുന്നു. സ്വബാഹൻ രാവിലെ തന്നെ. വയഖ്റുജു ഇലൽ കുല്ലിയ ഫി സഅത്തി താസിഅത്ത്. എന്നിട്ട് 9 മണിയാകുമ്പോൾ കോളേജിലേക്ക് ഇറങ്ങുന്നു. വയർജിഉ മിൻഹാ ളുഹ്റൻ. എന്നിട്ട് അവിടുന്ന് ഉച്ചക്ക് മടങ്ങുന്നു. വയലഅബു ഖുറത്തൽ ഖദമി മസാഅൻ. വൈകുന്നേരം എന്ത് ചെയ്യുന്നു? ഫുട്ബോൾ കളിക്കുന്നു. വയനാമു ലൈലൻ. രാത്രിയാകുമ്പോൾ ഉറങ്ങുകയും ചെയ്യുന്നു. അന ഉസാഫിറുൽ യൗമ. ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നു. വർജിഉ ഗദൻ. നാളെ മടങ്ങുകയും ചെയ്യും. ജാഅ അബൂഹു അംസ്. അവന്റെ ഉപ്പ ഇന്നലെ വന്നു. ഇവിടെ ഇന്നലെ, ഇന്ന്, നാളെ, ദിവസങ്ങള്, മാസങ്ങള്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് ലർഫ് സമാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സംഗതികള്. കാലത്തെ സൂചിപ്പിക്കുന്ന, സമയത്തെ സൂചിപ്പിക്കുന്ന, മണിക്കൂർ, ദിവസം എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി 26ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് 26ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. 26ാമത്തെ ചാപ്റ്റർ തെസ്നിയ അഥവാ ഡുവൽ, രണ്ടെണ്ണത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇനി വരുന്നത്. ദറസ യദ്റുസു, സക്കന യസ്കുനു. ദറസ യദ്റുസു പഠിക്കുക, സക്കന യസ്കുനു താമസിക്കുക. ഖറിയത്തിന്റെ ജമ ഖുറ. ഖറിയത്തുൻ ഖുറ. ഖറിയത്തിന്റെ ജമാണ് ഖുറ എന്നുള്ളത്. ഇസ്തറാഹ യസ്തരീഹു, വിശ്രമിക്കുക. സാഅദ യുസാഇദു, സഹായിക്കുക. അബ് അബവാനി. അബ് എന്ന് പറഞ്ഞ ഉപ്പ, അബവാനി പറഞ്ഞ 2 ഉപ്പമാര്. അത് ഉപ്പയും ഉമ്മക്കും വേണ്ടി ഉപയോഗിക്കും അബവാനി എന്നുള്ള വാക്ക്. ഓക്കെ. ദെൻ ഉമൂറുൻ മൻസിലിയ, വീട്ടുകാര്യങ്ങൾ. മക്തബത്തുൻ, മക്തബാത്തുൻ. മക്തബത്ത് എന്നുള്ളതിന്റെ ജമാണ് മക്തബാത്ത് എന്നുള്ളത്. മക്തബത്ത് ലൈബ്രറികൾ. ഇസ്താറ യസ്തഈറു, കടം വാങ്ങുന്നതിനാണ് ഇസ്താറ യസ്തഈറു എന്ന് പറയുന്നത്. അതായത് പുസ്തകം
എന്ത് ചെയ്യല്ലോ, നമ്മൾ ലൈബ്രറി എടുക്കല്ലോ, അതിന് പറയുന്നതാണ് ഇസ്തിആറ. ഖാബല യുഖാബിലു കണ്ടുമുട്ടുക, തഹദ്ദസ യതഹദ്ദസു സംസാരിക്കുക, അഹ്ദ യുഹ്ദി സമ്മാനമായിട്ട് നൽകുക. ഓക്കെ, ഇനി നോക്കാം, പാഠഭാഗം നോക്കാം. ഖാലിദുൻ വഹാമിദുൻ ത്വാലിബാനി യദ്റുസാനി ഫീ മദ്രസത്തിൻ വാഹിദത്തിൻ. ഹാമിദും ഖാലിദും എന്താണ്? രണ്ട് വിദ്യാർത്ഥികളാണ്. അപ്പൊ ത്വാലിബാനി അവിടെ ഉപയോഗിച്ചത് തന്നെയാണ്, ആ വാക്കൊന്ന് ഓർമ്മിച്ചേക്കാം. അപ്പൊ ത്വാലിബാനി എന്ന് ഉപയോഗിക്കുമ്പോൾ യദ്റുസ് പോലെ എന്ത് വേണം? യദ്റുസാനി എന്ന് വേണം. അപ്പൊ യദ്റുസ് തുടക്കത്തിൽ പറയുകയാണെങ്കിൽ യദ്റുസ് ഖാലിദുൻ വഹാമിദുൻ എന്ന് പറഞ്ഞാൽ ഫി മദ്രസത്തിൽ വാഹിദ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അത് ജുംല ഇസ്മിയാണ്, ഫിഅലിയാണ് തുടക്കത്തിൽ വരുമ്പോൾ. ഇത് ജുംല ഇസ്മി ആയിട്ടാണ് വന്നത്. ഖാലിദ് വഹാമിദ് ത്വാലിബാനി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് ശേഷമാണ് ഫീല് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യദ്റുസാനി എന്ന് ഉപയോഗിക്കണം, ആക്കിയിട്ട്, അല്ലെങ്കിൽ മുസന്നെ ആണെങ്കിൽ മുസന്നെ ആക്കിയിട്ട് വേണം നമ്മൾ അതിനെ ഫീലിന് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഖാലിദ് വഹാമിദ് ത്വാലിബാനി യദ്റുസാനി ഫി മദ്രസത്തിൻ വാഹിദ. വലാകിന്നഹുമ, പക്ഷെ അവർ രണ്ടുപേരും യസ്കുനാനി ഫി ഖറിയതൈനി മുഖ്തലിഫതൈൻ, പക്ഷെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് ഗ്രാമങ്ങളിലാണ് അവർ രണ്ടുപേരും താമസിക്കുന്നത്. ഇദ്ഹബാനി ഇലൽ മദ്രസത്തി സബാഹൻ, രണ്ടുപേരും മദ്രസയിലേക്ക് രാവിലെ പോകുന്നു. വയർജിഅനി മിൻഹാ മസാഅൻ, വൈകുന്നേരം മടങ്ങുന്നു. വയസ്തരിഹാനി ഖലീലൻ, എന്നിട്ട് അവർ രണ്ടുപേരും കുറച്ച് വിശ്രമിക്കുന്നു. ثم യുസാഇദാനി അബവൈഹിമ, എന്നിട്ട് അവരുടെ മാതാപിതാക്കളെ എന്ത് ചെയ്യുന്നു? അവർ സഹായിക്കുന്നു. ഫിൽ ഉമൂറിൽ മൻസിലിയ, വീട്ടുകാര്യങ്ങളിൽ. ഖാലിദുൻ യദ്ഹബു ഇല അസ്സൂഖ് മഅ വാലിദിഹി, ഖാലിദ് അവന്റെ ഉപ്പാന്റെ കൂടെ അങ്ങാടിയിലേക്ക് പോകും, മാർക്കറ്റിലേക്ക് പോകും. വയസ്തരി ഖലമൈൻ, എന്നിട്ട് രണ്ട് പേന വാങ്ങിക്കുന്നു. ജദീദൈനി, പുതിയ രണ്ട് പേന വാങ്ങിക്കുന്നു. വഹാമിദുൻ യദ്ഹബു ഇലൽ മക്തബ ഇല മക്തബത്തിൽ ഖറിയ, ഹാമിദ് ആണെങ്കിൽ എങ്ങോട്ട് പോകുന്നത്? നാട്ടിലുള്ള ഒരു ലൈബ്രറിയിലേക്ക്, ഗ്രാമ ലൈബ്രറിയിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. വയസ്തഇറു കിതാബൈനി ഖദീമൈനി, എന്നിട്ട് രണ്ട് പുതിയ രണ്ട് പുതിയ രണ്ട് പഴയ പുസ്തകങ്ങൾ യസ്തഇറു, അവരവിടുന്ന് ലെൻഡ് ചെയ്യുന്നു, കടമെടുക്കുന്നു. വയതഖാബലു അസ്സദീഖാനി ഫിൽ മദ്രസ വയതഹദ്ദിസാൻ, രണ്ട് കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടാറുള്ളത് ലൈബ്രറി സ്കൂളിൽ വെച്ചാണ്. എന്നിട്ട് അവിടുന്ന് അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? സംസാരിക്കുകയാണ്. ആ സംസാരവും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സംസാരം? ഹാമിദ് സബാഹൽ ഖൈർ, ഖാലിദ് സബാഹൽ നൂർ. ഹാമിദ് കൈഫ് ഹാലുക്, ഇതിന്റെ അർത്ഥം ആവശ്യമില്ലല്ലോ, ആവശ്യമുണ്ടെന്ന് തോന്നില്ല, ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ. മബ്സൂത്ത് കൈഫ ഹാലുക് എന്ന് പറഞ്ഞാൽ സൈൻ അൽഹംദുലില്ലാ പറയും പോലെ വേറൊരു വാക്ക് പുതിയ പഠിച്ചോളി, മബ്സൂത്ത്. ഓക്കെ, എല്ലാം സുഖമാണ്, എല്ലാം സന്തോഷകരമാണ്, എളുപ്പമാണ് എന്ന അർത്ഥത്തിലാണ് മബ്സൂത്ത് എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, എളുപ്പം എന്നുള്ള അർത്ഥത്തിൽ. അൽഹംദുലില്ലാ അനാ അയ്ളൻ ബിഖൈരിൻ വആഫിയ, ഞാനും സൗഖ്യത്തിലും സുഖത്തിലും ഇരിക്കുന്നു. മാദാ ഫഅൽത ഫിൽ മസാ, എന്താണ് ഈ വൈകുന്നേരം ചെയ്തത്? അന ദഹബ്തു ഇലൽ മക്തബിൽ ഖറിയത്തി ഇലാ മക്തബത്തിൽ ഖറിയത്തി, ഞാൻ ഗ്രാമ ലൈബ്രറിയിലേക്ക് പോയി. ഹൽ ഇസ്തഅർത അയ്യ കുതുബ് കിതാബിൻ, നീ ഏതെങ്കിലും പുസ്തകം എടുത്തോ? നഅം ഇസ്തഅർതു ഹാദൈനിൽ കിതാബിൻ, അതെ, ഞാൻ ഈ രണ്ട് പുസ്തകങ്ങൾ എടുത്തു. അഹ്സൻത്, വെരി ഗുഡ്. ഹൽ ലി അൻ അസ്തഫീദ മിൻ ഹാദൈനിൽ കിതാബൈൻ, എനിക്കും ഈ പുസ്തകം നോക്കാൻ പറ്റുമോ? എനിക്ക് ഉപകാരം എടുക്കാൻ പറ്റുമോ? തബഅൻ, തീർച്ചയായും. സഅതീക ഹലമ ഇൻതഹൈതു മിൻ ഖിറാഅതിഹ, ഹാലമ, അപ്പോൾ എന്നുള്ളതിനാണ് ഹാലമ എന്ന് ഉപയോഗിക്കുന്നത്. സഅതീക, ഞാൻ നിനക്ക് നൽകും. ഹലമ ഇൻതഹൈതു, ഞാൻ അവസാനിക്കുമ്പോൾ. മിൻ ഖിറാഅതിഹിമ, അത് രണ്ടും വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് തരാം. വമാദാ ഫഅൽത അൻത്, നീ എന്താ ചെയ്തത്? അന ദഹബ്തു ഇല സൂഖി മഅ വാലിദി, അർത്ഥമാണ്ടല്ലോ. ഹൽ ഇശ്തറൈത അയ്യ ഷൈഇൻ, എന്തെങ്കിലും വാങ്ങിയോ? നഅം ഇശ്തറൈതു ഹാദൈനിൽ ഖലമൈൻ, ഇഷ്തറൈത്തു ഹാദൈനി, ഹാദാനി ഖലമാനി എന്ന് പറയും. ഇഷ്തറൈത്തു ആകുമ്പോ പിന്നെ മഫ്ഊലും ബിഹിന്റെ സ്ഥലത്തായി, മഫ്ഊലും ബിഹിന്റെ സ്ഥാനാകുമ്പോൾ എന്ത് ചെയ്തു? ഹാദൈനി എന്നായി. ആ വ്യത്യാസമാണ് ഈ പാഠത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. മുസന്ന ആയിട്ട് വരുന്ന വാക്കുകൾ റഫ്ഇന്റെ സന്ദർഭത്തിൽ അലിഫും നൂനും ആയിരിക്കും അവസാനത്തിൽ ഉണ്ടാവുക. ജറിന്റെയും നസ്ബിന്റെയും സന്ദർഭത്തിൽ യാവും നൂനും ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇഷ്തറൈത്തു ഹാദാനി ഖലമാനി അല്ല പറയാം, ഇഷ്തറൈത്തു ഹാദൈനി അൽ ഖലമൈനി എന്നാണ് പറയുക. ഹാമിദ് വല്ലാഹ് ഹാദാനി അൽ ഖലമാനി, നോക്കുക, നേരത്തെ ഇഷ്തറൈത്തു വന്നതുകൊണ്ട് ഹാദൈനി ആയി. ഇനി ഇവിടെ പറയുന്നത് അടുത്തത് റഫ്ഇന്റെ സന്ദർഭമാണ്. തീർച്ചയായും വല്ലാഹി, അള്ളാഹു ആണെങ്കിൽ, ഹാദാനി അൽ ഖലമാനി ജമീലാൻ, ഈ രണ്ട് പേനകൾ
ജമീലാനി വളരെ മനോഹരമായിരിക്കുന്നു. ബികം ഇഷ്തറൈതഹുമ എത്ര രൂപക്കാണ് നീ വാങ്ങിയത്? ഇഷ്തറൈതുഹുമ ബിഇശ്രീന റൂബിയ. ഞാൻ ഞാനത് വാങ്ങിയിട്ടുള്ളത് 20 രൂപക്കാണ്. ലിമാദാ ഇഷ്തറൈത ഖലമൈൻ, നീ എന്തിനാ രണ്ട് പേന വാങ്ങിയത്? ഉരീദൻ ഉഹ്ദി ലക വാഹിദൻ മിൻഹ, അതിലൊന്ന് നിനക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതാണ്. ശുക്രൻ ജസീല. ഓക്കെ, താങ്ക് യു, അഫ്വൻ, വെൽക്കം. അതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 27ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 27ാമത്തെ ചാപ്റ്ററില് വാക്കുകൾ നോക്കാം. ഇത് ജംഉ മുദക്കർ സാലിമിനെ കുറിച്ച് പറയുന്നത്. ജംഉ മുദക്കർ സാലിമുകൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മുദരിസ് മുദരിസൂൻ ജംഉ മുദക്കർ സാലിമാണ്. മുസ്ലിം മുസ്ലിമൂൻ. അപ്പോ വാവും നൂനും കൊണ്ട് റഫ് ചെയ്യും. പിന്നെ യാവും നൂനും കൊണ്ട് എന്തൊക്കെ ചെയ്യും? വാവും നൂനും കൊണ്ട് റഫിന്റെ സന്ദർഭവും യാവും നൂനും കൊണ്ട് നസ്ബിന്റെയും അതേപോലെ തന്നെ ജറിന്റെയും സന്ദർഭത്തിൽ യാവും നൂനാണ് വരിക എന്നുള്ളതാണ് അതിന്റെ നിയമം അവസാനത്തിൽ കേട്ടോ. അതായത് മുസ്ലിമൂൻ, മുസ്ലിമീൻ, മുസ്ലിമീൻ. ഹൗലായി മുസ്ലിമൂൻ, റഅയ്തു അൽ മുസ്ലിമീൻ, നദർതു ഇല അൽ മുസ്ലിമീൻ. ഈ ഉദാഹരണമാണ് മൂന്നിനും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി വാക്കുകൾ നോക്കാം. മുദരിസുൻ ജംഉ മുദരിസൂൻ, തിൽമീദുൻ ജംഉ തലാമീദ്, തലാമീദ്. അത് അപ്പൊ ജംഉ മുദക്കർ സാലിം അല്ല, തിൽമീദൂൻ അല്ല എന്നല്ല ഉപയോഗിക്കുക, തലാമീദ് ആണ്. അപ്പൊ അത് ജംഉ മുദക്കർ സാലിം അല്ല, ജംഉ ആണ് പക്ഷെ ജംഉ മുദക്കർ സാലിം അല്ല. ഖുറത്തുൽ ഖദം ഫുട്ബോൾ. മൽഅബ് ജംഉ മലായിബ്, അപ്പൊ അതും എന്തല്ല, ജംഉ മുദക്കർ സാലിം അല്ല, ജംഉ തക്സീർ എന്നാണ് അതിന് പറയാം. ഹറബ അത് ഫെയിലാണ്. ഹറബ യഹ്റുബുയില, ഒന്നിൽ നിന്ന് പേടിച്ചോടുന്നതിനാണ് അല്ലെങ്കിൽ ഓടിപ്പോകുന്നതിനാണ് ഹറബ എന്ന് ഉപയോഗിക്കുന്നത്. നാദാ യുനാദി വിളിക്കുക. മക്തബുൽ ബരീദ് പോസ്റ്റ് ഓഫീസ്. പിന്നെ മദ്റൂഫ് ജംഉ മദാരിഫ്. മദ്റൂഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഈ എൻവലപ്പുകളല്ലേ എന്ന് പറയുന്നതാണ് മദ്റൂഫ് എന്നുള്ളത്. താബിഅൻ ജംഉ തവാബിഅ, സ്റ്റാമ്പ്. മുവല്ലഫ് ജംഉ മുവല്ലഫുൻ, എംപ്ലോയി, എംപ്ലോയീസ്. പിന്നെ തവസ്സല തവസ്സലു എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു നോക്കണത് നമുക്ക് സെന്റൻസ് വരുമ്പോൾ നോക്കി നോക്കാം. ഷുബാക്ക് ഷബാബീക്ക്, ഷുബാക്ക് എന്നുള്ള കൗണ്ടർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കേട്ടോ. പിന്നെ ബരീദുൻ ആദി നോർമൽ ലെറ്റർ, ബരീദുൻ മുസ്തഅജിൽ സ്പീഡ് പോസ്റ്റ്. ഈസാലു ജംഉ ഈസാലാത്ത്. ഈസാൽ എന്ന് പറഞ്ഞാൽ വസല ഈസാൽ എത്തിക്കുക എന്നുള്ള അർത്ഥമാണ്. സാന്ദർഭികമായിട്ട് എന്താണ് അർത്ഥം വരിക എന്നുള്ളത് സെന്റൻസിന്റെ ഇടയിൽ നമുക്ക് നോക്കാം. അവിടെ ഒരു പോസ്റ്റ് ഓഫീസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, മക്തബുൽ ബരീദ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും കാണാലോ അല്ലെ? ശരി. വസലൽ മുദർരിസൂന ഇലൽ മദ്രസത്തി ഫി സഅത്തി താമിന. 8 മണിക്ക് അധ്യാപകർ എന്ത് ചെയ്തു? മദ്രസയിലെത്തി. വകാന തലാമീദു ആനദാക്ക്. ആനദാക്ക് എന്നുള്ള വാക്കും ഓർത്ത് വെക്കണേ. ആനദാക്ക് അപ്പോൾ. യലഅബൂന പുറത്തൽ ഖദം ഫിൽ മലാം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കായിരുന്നു. ഫലമ്മ റഅൗ അൽ മുദർരിസീന. ആദ്യം നോക്കാം. മുദർരിസൂൻ, വസലൽ മുദർരിസൂൻ. റഅൗ അവർ കണ്ടു, അൽ മുദർരിസീന മഫ്ഊലുൻ ബിഹിന്റെ സ്ഥാനത്താണ് മുദർരിസീൻ എന്നുള്ളത്. അവസാനത്തിൽ യാവും നൂനുമായി. റഅൗ അൽ മുദർരിസീന ഹറബു ഇലാ ഫുസൂലിഹിം. അവരൊക്കെ എന്ത് ചെയ്തു? ക്ലാസ്സിലേക്ക് ഓടിപ്പോയി. ഫനാദ അഹദൽ മുദർരിസീൻ ബി അഹ്മദ്. അപ്പോ ഒരു അധ്യാപകൻ എന്ത് ചെയ്തു? അഹ്മദിനെ വിളിച്ചു. നാദ വിളിച്ചു. അഹദുൽ മുദർരിസീൻ അധ്യാപകരിൽ ഒരുവൻ. അഹദുൽ മുദർരിസീൻ. അപ്പം അഹദുൽ മുദർരിസീൻ എന്നുള്ള മുദർരിസീൻ എന്നുള്ളത് മുളാഫ് ഇലൈഹിയാണ്. മുളാഫ് ഇലൈഹി ജറാണ് ഇവര്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മുദർരിസീൻ എന്ന് പറഞ്ഞത്. അപ്പൊ തൊലബ മിൻഹു അൻ യദ്ഹബ ഇലാ മക്തബിൽ ബരീദ്. എന്നിട്ട് അവനോട് എന്ത് ചെയ്തു? പോസ്റ്റ് ഓഫീസിൽ പോകാൻ ആവശ്യപ്പെട്ടു. എന്തിനാ പോകേണ്ടത്? വയസ്തരി ലഹു, അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കണം. മവാരീഫ് വ തവാബിഅൽ ബരീദ്, അദ്ദേഹത്തിന് കുറച്ച് സ്റ്റാമ്പും അതേപോലെ തന്നെ എൻവലപ്പ് വാങ്ങിക്കൊടുക്കണം. വയുർസിലുൽ ഖിതാബ ബിൽ ബരീദ്, എന്നിട്ട് അൽ മുസജ്ജൽ, ഒരു രജിസ്റ്റേർഡ് പോസ്റ്റില് ഒരു കത്തയക്കുകയും ചെയ്യണം. ഫലമ്മ വസല അഹ്മദ് ഇല മക്തബിൽ ബരീദ്. അങ്ങനെ അഹ്മദ് മക്തബിൽ ബരീദിൽ എത്തിയപ്പോ വജദൽ മുവദ്ദിഫീന വശഗൂലീന ബിഅമാലിഹിം. അവിടുത്തെ വർക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? പല അവരുടെ വർക്കിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. മഷ്ഗൂൽ എന്ന് പറഞ്ഞാല് മുഴുകിയിരിക്കുക. മഷ്ഗൂലൂൻ ആണ്. വജദ വന്നതുകൊണ്ട് മഷ്ഗൂലീൻ എന്നായി. വജദക്ക്
രണ്ട് മഫൂൽ ഉണ്ടാവും. വജദൽ മുവദ്ദിഫീൻ, മുവദ്ദിഫീനെ കണ്ടു. മശ്ഗൂലീൻ എന്തായിട്ട് കണ്ടു? ഒഴുകിയവരായിട്ട്. അപ്പൊ രണ്ട് മഫൂലും ബിഹി ഇട്ടോ വജദ എന്നുള്ള വാക്കിന്. ഫതവസ്സല അഹദൽ മുവദ്ദിഫീന ഖായിലൻ. ഫതവസ്സല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? ഇടയിൽ കയറി അവരുടെ ഒരു സഹായം ചോദിച്ചു എന്നർത്ഥം. ഓക്കെ, ഒരു എംപ്ലോയിനോട് എന്ത് ചെയ്തു? സഹായം അഭ്യർത്ഥിച്ചു. എന്താണ് ചോദിച്ചത്? അസ്സലാമു അലൈക്കും യാ സയ്യിദി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അഹ്ലൻ മാദാ തുരീദ്. എന്താ ആവശ്യമുള്ള? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അഹ്മദ് ഉരീദു ഷിറാഅ മദാരീഫ വതവാബിഅ അൽ ബരീദ്. ഞാൻ കുറച്ച് എന്താ ആവശ്യമുണ്ട്? എനിക്ക് സ്റ്റാമ്പ് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ എൻവലപ്പും ആവശ്യമുണ്ട്. ഇർസാലു ഹാദൽ ഖിതാബ് ബിൽ ബരീദിൽ മുസജ്ജൽ. അതേപോലെ തന്നെ ഈ കത്തൊന്ന് സ്പീഡ് പോസ്റ്റിൽ അയക്കുകയും വേണം. സോറി, രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കുകയും വേണം. ആത്തിനി അൽ ഖിതാബ്, ആ കത്ത് കൊടുത്ത. തഫദ്ദൽ യാ സയ്യിദി, ദാ പിടിച്ചോളൂ. ഇസ്മുൽ മുർസൽ ഇസ്മുൽ മുർസിൽ വൽ മുർസൽ ഇലൈഹി ഗൈറു വാദിഹ്. ഇതില് അയക്കുന്ന ആളെ പേരും റിസീവ് ചെയ്യുന്ന ആളെ പേരും അത്ര ക്ലിയർ ഇല്ലല്ലോ, ഗൈറു വാദിഹ് ആണല്ലോ. അപ്പോ അഹ്മദ് പറയാം ഇസ്മുൽ മുർസിൽ അൽ ഉസ്താദ് ഹാമിദ്, ഇസ്മുൽ മുർസിലിലെ അൽ അഖ് ആദിൽ. അയക്കുന്ന ആളെ പേര് എന്താണ്? മുർസലിന്റെ പേര് ഉസ്താദ് ഹാമിദ് ആണ്. റിസീവ് ചെയ്യുന്ന ആളെ പേര് അൽ അഖ് ആദിലാണ്. അതുരീദു തുർസിലഹു ബിൽ ബരീദിൽ ആദി ഔ മുസ്തഅജൽ. നിങ്ങൾക്ക് ഇത് സ്പീഡ് പോസ്റ്റിലാണോ അല്ലെ നോർമൽ പോസ്റ്റിലാണോ അയക്കേണ്ടത്? വൽ ഫർഖു ബൈനഹുമ, എന്താണ് അതിന്റെ ഇടയിൽ വ്യത്യാസം? അൽ ഫർഖു ഫിൽ കുൽഫത്തി വൽ ഖിദ്മ. അതിന്റെ റേറ്റിലും അതേപോലെ തന്നെ സർവീസിലും വ്യത്യാസം ഉണ്ടാവും. ഇന്നൽ ബരീദ് അൽ മുസ്തഅജൽ യുക്കല്ലിഫു അക്സർ മിനൽ ബരീദിൽ ആദി. നോർമൽ ലെറ്ററിനേക്കാൾ കൂടുതൽ പൈസ എന്ത് വേണം? രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റിന് ആവശ്യമാണ്. കം യുക്കല്ലിഫു അൽ ബരീദ് അൽ മുസ്തഅജൽ. എത്രയാണ് ഈ സ്പീഡ് പോസ്റ്റിന് ചാർജ് വരുന്നത്? അൽ ബരീദ് അൽ മുസ്തഅജൽ യുക്കല്ലിഫു 20 രൂപ. 20 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സ്പീഡ് പോസ്റ്റിന് ആവശ്യമായിട്ട് വരുന്ന തുക. വൽ ആദി 10 രൂപയാത് ഫഖത്ത്. എന്നാൽ നോർമൽ ലെറ്റർ ആണെങ്കിലോ അത് 10 രൂപ. അപ്പൊ അവിടെ നോക്കട്ടോ, 20 ആകുമ്പോൾ റൂബിയത്തിന്റെ എഴുതി, എന്നാൽ 10ന് ആദി അഷറത്ത റൂബിയാത്ത് എന്നാണ്. അപ്പൊ അഷറ വരെ ആണ് ഉപയോഗിക്കേണ്ടത്. അഷറ കഴിഞ്ഞാൽ പിന്നെ സിംഗുലർ ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് മാത്രം. അഹ്മദ് അർജൂക അൻ തുർസിലഹു ബിൽ ബരീദിൽ ആദി. ഓക്കെ, നിങ്ങളെങ്ങനെ നോർമൽ ഇതിൽ അയച്ചാൽ മതി. ഖുദ് ഹാദൽ ഇസാല മിൻ ഫദ്ലിക്. ഓക്കെ, ഈ റെസിപ്റ്റുകൾ എന്ത് ചെയ്തു? അതിന്റെ കൂടെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ഉരീദു ഷിറാഅ തവാബി അൽ ബരീദ് വൽ മദാരിഫ് അയ്ദൻ. എനിക്ക് കുറച്ച് സ്റ്റാമ്പും എൻവലപ്പും കൂടെ വേണം. ലിഷിറാഇ അത്തവാബി ഇദ്ഹബ് ഇല ശുബാക്കിൽ ആഖർ. നീ സ്റ്റാമ്പ് വാങ്ങാൻ എന്ത് ചെയ്തു? അപ്പുറത്തെ കൗണ്ടറിലേക്ക് പോയിക്കോ. ശുക്രൻ. ഒരു താങ്ക് യു പറഞ്ഞു. ലാ ശുക്രൻ അലൽ വാജിബ്. ഞങ്ങള് നിർബന്ധമായിട്ട് ചെയ്യേണ്ട സംഗതികളാണ്, അതിനൊന്നും എന്തിന്റെ ആവശ്യമില്ല, താങ്ക്സിന്റെ ആവശ്യം ഇല്ല എന്നുള്ള. ലാ ശുക്രൻ അലൽ വാജിബ്. ഇതാണ് 27ാമത്തെ ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. രണ്ടാമത് 28ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് പോയിട്ട് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം, റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആവും. കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് കേൾക്കുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് തിരക്കിട്ട് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. എങ്കിലും അത് തീർക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നത്, സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ ബാക്കി പറയാം. 28ാമത്തെ ചാപ്റ്റർ. കുല്ലിയാത്ത് ലുഗാത്ത് അജ്നബിയ. അജ്നബിയ എന്ന് പറഞ്ഞാല് അപരിചിത എന്നർത്ഥം കേട്ടോ, അല്ലെങ്കിൽ വൈദേശിക എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് അജ്നബിയ എന്ന് പറഞ്ഞാല്. മുജ്തഹിദ പരിശ്രമശാലി, അത് സ്ത്രീലിംഗാണ്. പരിശ്രമശാലിനി എന്ന് വേണേൽ പറയേണ്ടി വരും. വ്യക്തമത്ത് പഠിച്ചതാണ്. അതിന്റെ അപ്പുറത്തുള്ള വാക്ക് ക്ലിയർ ആവുന്നില്ല. മജല്ലാത്ത്, ദൗറിയാത്ത്. മജല്ലാത്ത് പറഞ്ഞ മാഗസിൻ. ദൗറിയാത്ത് എന്ന് പറഞ്ഞാല് വീക്കിലി മാഗസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയാണ് ദൗറിയാത്ത് എന്ന് പറയുന്നത്. പിന്നെ മുവാസല, ദിറാസ. മുവാസല പറഞ്ഞാൽ തുടരുന്നതിന്, കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതിനാണ്. ദിറാസത്ത് പിന്നെ പഠനം. ദിറാസാത്ത് അതിന്റെ ജംആണ്. ജാമിയാത്ത് യൂണിവേഴ്സിറ്റീസ്. തൊലബാത്ത് അപ്ലിക്കേഷൻസിനാണ് തൊലബ് എന്ന് പറയുന്നത്. പിന്നെ ത്വാലിബത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു സ്റ്റുഡന്റിനാണ് ത്വാലിബത്ത് പറയുന്നത്.
ജംഅ് ത്വാലിബാത്ത്. ഹിന്ദിയ, ഹിന്ദിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ. ഹിന്ദിയാത്ത്, ഇന്ത്യൻസ്. then മഅലൂമ്, ഇൻഫർമേഷൻ. മഅലൂമാത്ത് അതിന്റെ ജംഅ്. ത്വലബ, അൽ ഖബൂൽ, അൽ ഖുബൂൽ. എന്ത് ചെയ്യാ, ത്വലബുൽ ഖുബൂൽ, സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക, അത് ത്വലബുൽ ഖുബൂൽ. മുഫിഖ ബി, ഒരു സംഗതി കൊണ്ട് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതിനാണ് മുഫിഖ ബി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ പാഠഭാഗം വായിച്ചു നോക്കാം. ഫാത്തിമ തദ്റുസുൽ ലുഗ അൽ അറബിയ. ഫാത്തിമ അറബി ഭാഷ പഠിക്കുന്നു. ഫി കുലിയത്തിൽ ലുഗാത്തിൽ അജ്നബിയ്യത്തി ബി ജാമിയത്തി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, അവള് പഠിക്കുന്നത്. അൽ ലുഗാത്തുൽ അജ്നബിയ, കുല്ലിയത്തുൽ ലുഗാത്തുൽ അജ്നബിയ. മറ്റു ഭാഷകൾ പഠിക്കുന്ന കോളേജുകൾ, അതിലെന്ത് ചെയ്യുന്നത്, അവള് പഠിക്കുന്നത് അറബി ഭാഷകളാണ് പഠിക്കുന്നത്. വഹിയ ത്വാലിബ മുജ്തഹിദ, അവള് പരിശ്രമശാലിയായിട്ടുള്ള വിദ്യാർത്ഥിനിയാണ്. തസൂറുൽ മക്തബാത്ത് അല്ലതി തസിലുഹ മജല്ലാത്തുൻ വദൗരിയാത്തുൻ അറബിയ കുല്ലയം. അവള് സന്ദർശിക്കാറുണ്ട് മക്തബാത്ത്, ലൈബ്രറികൾ. എങ്ങനെയുള്ള, അല്ലത്തി തസിലുഹ, അവിടെ എത്തുന്ന, മജല്ലാത്തുൻ വദൗരിയാത്തുൻ അറബിയ, അറബി മാഗസിൻസും മറ്റേ അതേപോലെ തന്നെ വീക്കിലികളൊക്കെ എത്തുന്ന ലൈബ്രറികൾ അവർ സന്ദർശിക്കാറുണ്ട്. കുല്ലയം, എല്ലാ ദിവസവും സന്ദർശിക്കും. വഹിയ തുരീദു, അവൾ ഉദ്ദേശിക്കുന്നു, മുവാസലത്ത ദിറാസത്തിഹ, അവളുടെ പഠനം തുടരുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്, ദിറാസത്തിഹ അൽ ഉലിയ, അവരുടെ ഹയർ സ്റ്റഡീസ്, ഫി ഇഹ്ദ അൽ ജാമിഅത്തിൽ അറബിയ, ഏതെങ്കിലും അറബി യൂണിവേഴ്സിറ്റികളിൽ ആണ് എന്ത് ചെയ്യുന്നത്, അവൾ തുടരാൻ ആഗ്രഹിക്കുന്നത്. ഇതാ അർസലത്ത് ത്വലബാത്തിൽ ഖുബൂലി ഇല മുഅ്ദമിൽ ജാമിഅത്ത്, അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ അപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ട്. وراسلت مع طالبات الهندية في القاهرة لجمع المعلومات عن القبول. അതേപോലെ തന്നെ കുറെ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്. മഅ ത്വാലിബാത്തിൽ ഹിന്ദിയാത്ത്, ഇന്ത്യൻ സ്റ്റുഡൻസിന്, ഫിൽ ഖാഹിറ, എവിടെയുള്ള, കെയ്റോവിലുള്ള, ലിജംഇൽ മഅലൂമാത്ത്, കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അനിൽ ഖബൂൽ, അവിടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച്. അഖീറൻ, അവസാനം, തഹഖഖത് ഉംനിയതുഹ, അങ്ങനെ അവരുടെ ആഗ്രഹം സാഫല്യമായി, അത് സാധിച്ചു. ഇത് തഹഖഖത്, സാഫല്യമായി നടത്തും തന്നെ, നടന്നു. വവുഫിഖ ബിൽ ഖുബൂൽ ഫി ജാമിഅത്തുൽ ഖാഹിറ, അവൾക്ക് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാനുള്ള ഭാഗ്യം ലഭിച്ചു. മുഫിഖ ബി. ഫവസലത് ഇലൽ മതാരി മസ്റൂറത്തൻ, അങ്ങനെ അവള് സന്തോഷത്തോടു കൂടി എയർപോർട്ടിലെത്തി. ലിക്കൈ തുസാഫിർ അൽ ഖാഹിറ, എന്തിനു വേണ്ടിയിട്ട്, കെയ്റോവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഫാത്തിമ. സഅദല്ലാഹു സബാഹക്കും, അവിടെയുള്ള മുവദ്ദിഫുമായിട്ട്, റാബിത്തുൽ ജവാസാത്ത്, അവിടെയുള്ള ഓഫീസേഴ്സുമായിട്ട് സംസാരമാണ്. ഓക്കെ, ജവാദു സഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടിനാണ് പറയാ. പാസ്പോർട്ട് ഓഫീസേഴ്സുമായിട്ട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്, അസ്അദല്ലാഹു ജമീഅൻ, അസ്അദല്ലാഹു സബാഹക്കും, നിങ്ങളുടെ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ്. ഓക്കെ, അസ്അദല്ലാഹു സബാഹന ജമീഅൻ. മാദാ തുരീദീൻ, മാദാ തുരീദീൻ, എന്താ ആവശ്യം. ഹൽ ഉരീദു അൻ ഉസാഫിറ ഇലൽ ഖാഹിറ, എനിക്ക് കെയ്റോവിലേക്ക് പോകണം, കെയ്റോയിലേക്ക് യാത്ര പോകണം. ഹൽ അൻതി ഹിന്ദിയ, നിങ്ങൾ ഇന്ത്യൻ ആണോ. നഅം അന ഹിന്ദിയ, അതെ ഞാൻ ഇന്ത്യനാണ്. മിൻ അയ്യത്തി മദീനത്തിൻ അൻതി, നിങ്ങൾ ഏത് പട്ടണത്തിൽ നിന്നാണ്. അന മിൻ മദീനത്തി ലക്നൗ, ഞാൻ ലക്നൗയിൽ നിന്നാണ്. ലിമാദാ തുരീദീൻ അൻ തുസാഫിറ ഇലൽ മിസ്ർ, നിങ്ങൾ എന്തിനാണ് ഈജിപ്തിലേക്ക് പോകുന്നത്. ലിദ്ദിറാസ, പഠനത്തിന്. ഹല ഇന്ത്യക്ക് ജവാസ് സഫർ, നിങ്ങളുടെ അടുത്ത് പാസ്പോർട്ട് ഉണ്ടോ. നഅം ഇൻദി, അതെ എന്റെ അടുത്തുണ്ട്. ഹല ഇന്ത്യക്ക് തഅ്ശീറത്തു ദുഖൂൽ, നിങ്ങളുടെ അടുത്ത് വിസ ഉണ്ടോ. തഅ്ശീറത്തു ദുഖൂൽ, എൻട്രി വിസ ഉണ്ടോ. നഅം ഹസൽതു അലൈഹ മിന സിഫാറ അൽ മിസ്രി, അത് എനിക്ക് മിസ്ർ എംബസിയിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ട്. അയിന ജവാസുക്കി, എവിടെ നിങ്ങളുടെ പാസ്പോർട്ട്. ഹാ ഹുവ ജവാസു സഫരി, ഇതാ എന്റെ പാസ്പോർട്ട്. അയിന അഫ്ഷുക്കി, എവിടെ നിങ്ങളുടെ പിന്നെ ലഗേജസ് ഒക്കെ എവിടെ. അഫ്ഷുക്കി
അൻഡി ഹാദിഹി അഷന്ത ഫഖത്ത്. എൻ്റെ അടുത്ത് ഈ ഒരു ബോക്സ് പെട്ടി മാത്രമേ ഉള്ളൂ. വഈഹ അലൽ മീസാൻ, അതൊന്ന് ആ മീസാന്റെ മുകളിൽ, മറ്റേ ത്രാസിന്റെ മുകളിൽ, വെയിൻ മെഷീന്റെ മുകളിൽ വെക്കൂ. റജാഅൻ, പ്ലീസ്. മാ ഹാദിഹിൽ ബിതാഖ. അപ്പൊ ഒരു ബിതാഖ, ഒരു കാർഡ് അവർക്ക് കൊടുത്തു. അപ്പൊ ചോദിച്ചു, ഇതെന്ത് കാർഡാണ്? ഹാദിഹി ബിതാഖത്തു റുക്ബ്, ഇതാണ് ബോർഡിംഗ് പാസ്. മാതാ അമലു ബിഹ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അലൈക അൻ തുസല്ലിമീഹ ലിൽ മസ്ഊലീന ഇൻദ റുക്ബി ത്വാഇറ. വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടുന്ന് ചോദിക്കുന്ന അതിന്റെ ഉദ്യോഗസ്ഥരുണ്ടാവും, അവർക്ക് എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. മാതാ അമലുൽ ആൻ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇൻതഹത് കാഫത്തുൽ ഇജ്റാഅത്ത്, എല്ലാ പ്രൊസീഡിങ്സും ഇജ്റാഅത്ത് കഴിഞ്ഞു. വദ്ഹബി ലിത്തഫ്തീഷിൽ അംനി, ഇനി സെക്യൂരിറ്റി ചെക്കിംഗ് ആണുള്ളത്. നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയാറില്ല, എല്ലാം കഴിഞ്ഞ സെക്യൂരിറ്റി ചെക്ക് കൂടി ബാക്കിയുള്ള ബോർഡിംഗ് പാസ് കിട്ടിയെന്നൊക്കെ പറയാറില്ലേ? ആ സംഗതികൾ. തഫ്തീഷ്, പരിശോധന. അൽ അംനി, സെക്യൂരിറ്റി. അപ്പൊ സെക്യൂരിറ്റി ചെക്കിങ് ബാക്കിയുള്ളൂ. റാഫഖത്കി അസ്സലാമത്തു മിനൽ ഹല്ലി വത്തിർഹാൽ, യാത്രയിലും നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്തും ഒക്കെ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ. അൽഫു ശുക്രൻ, 1000 നന്ദി. അലഫ്, വെൽക്കം. അപ്പൊ ഇത്രയാണ് 28ാമത്തെ ചാപ്റ്റർ ഉള്ളത്. ഇനി 29ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ഇതില് ജമ മുക്കസ്സിറിനെ കുറിച്ചാണ് പറയുന്നത്. ജമ തക്സീർ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ജമ മുദക്കർ സാലിമ് നമ്മൾ പറഞ്ഞു മുസ്ലിം, മുസ്ലിമൂന എന്നാണ്. അതിന്റെ മുഅന്നസ് സാലിമാണ് മുസ്ലിമാത്ത് എന്ന് വരും. ഇവിടെ വന്നിട്ടുള്ളത് ജമു തക്സീറാണ്. അപ്പൊ അതിന്റെ രൂപത്തിൽ നിന്ന് തന്നെ മൊത്തം അടഞ്ഞു വരുന്ന ജമകളായിരിക്കും. ഇപ്പൊ കലമിന്റെ വാക്കുകളിൽ നിന്ന് വ്യത്യാസം വരുന്നുണ്ടാവുമ്പോ കലാം എന്നാവുമ്പോ പുതിയ വാക്കൊക്കെ ചേർന്ന് വന്ന് തുടക്കത്തില് ഒരു കൃത്യമായ രീതിയിലല്ല അത് വരിക. ഓക്കെ, വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുർസി ജമ്മ് കറാസി. എന്നാൽ ചില വാക്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിൽ വാവൻ നൂനും ചേർത്തിട്ടാണ് ജമ്മ ഉണ്ടാക്കുന്നത്. അതിനാണ് നമ്മൾ ജമ്മ മുദക്കർ സാലിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവാൻ പറ്റാത്തതൊക്കെ എന്താണ്? ഈ പറഞ്ഞ ജമ്മു തക്സീറിന്റെ കൂട്ടത്തിൽ വരുന്ന, അല്ലെങ്കിൽ ജമ്മു മുക്കസറിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. നോക്കാം. ബലദ്, ബിലാദ്, നാട്, രാജ്യം എന്നും പറയും. ഖാറത്ത്, ഖാറാത്ത്, ഭൂഖണ്ഡം, ഭൂഖണ്ഡങ്ങൾ. തജാവസ, യതജാവസു, ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനാണ് തജാവസ്, യതജാവസു. സാക്കിനുൻ ജമ്മ സുക്കാൻ, അവിടെയുള്ള സിറ്റിസൻസ്, താമസക്കാര്. ഇബ്നുൻ ജമ്മ അബ്ന. ഹിസ്നുൻ, ഹെബുനുൻ ഹബാൻ. ഹെബുന് എന്ന് പറഞ്ഞാൽ അതിന്റെ ചിറകിനുള്ളിൽ, അതിന്റെ എന്താ പറയാ, കൈകൾക്കുള്ളിൽ എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുന്നത്. അതിനാണ് ഹെബുൻ എന്ന് പറയാം. സിറാഅത്ത്, കൃഷി. സിനാഅത്ത്, നിർമ്മാണം. നിർമ്മാണത്തിനാണ് സിനാ എന്ന് പറയുന്നത്. പിന്നെ ഇബ്രത്ത്, സൂചി. സാറൂഖ് ജമ്മ സവാരിഖ്. സാറൂഖ് എന്താണ്? മിസൈലിനാണ് പറയുന്നത്. ദെൻ ഖമറുൻ സിനാഇയ്യുൻ, ആർട്ടിഫിഷ്യൽ ഖമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കുക? നമ്മള് നിർമ്മിച്ചു വിട്ടിട്ടുള്ള ഈ ഉപഗ്രഹത്തിനല്ലേ, അതിന് പറയുന്ന പേരാണ് ഖമറുൻ സിനായി എന്നുള്ളത്. അഖ്മാറുൻ സിനായിയ. സഈമുൻ ജമ്മ സുഅമ, നേതാക്കള്. ആഥറുൻ ജമ്മ ആഥാർ, അടയാളങ്ങള്. സാഇഹുൻ ജമ്മ സവാഹ്, യാത്രക്കാരെ, ടൂറിസ്റ്റ്. ബലദ്, ബുൽദാൻ. ബിലാദ് എന്നും പറയും. അതേപോലെ തന്നെ വേറൊരു വാക്കാണ് എന്ത്? ബുൽദാൻ എന്നുള്ളത്. അതത്, ആദാദ്, എണ്ണങ്ങൾ. ഓക്കെ, ഇനി ഇന്ത്യയെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ ഈ പറഞ്ഞ ജമ്മു തക്സീറുകൾ കുറെ വരുന്നത്. നോക്കാം നമുക്ക്. അൽ ഹിന്ദ് ബലദുൻ ജംഹൂറിയുൻ തഖഉ ഫി ഖാറത്തി ഏഷ്യ. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. അതൊരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ജംഹൂറി എന്ന് പറഞ്ഞത്. തഖഉ ഫി ഖാറത്തി ഏഷ്യ, ഏഷ്യ ഉപഭൂഖണ്ഡത്തില് നിലകൊള്ളുന്ന. തബലുഗു മസാഹത്തുഹ, അതിന്റെ ചുറ്റളവ് ഏകദേശമുണ്ട്. എത്രത്തോളമാണ്? അതിന്റെ സംഖ്യ ഇപ്പൊ അറബിയിൽ വായിക്കാൻ കഴിയാതെ അത്രയും വലിയ 3,30,70,473 വരുന്നുണ്ട്. അപ്പൊ മില്ലിയാറായിട്ടൊക്കെയാണ് അത് വായിക്കട്ടോ. കിലോമീറ്ററൻ മുറബഅൻ, കിലോമീറ്റർ സ്ക്വയറുകളാണ് അത് വരുന്നത്. ദെൻ വയതജാവസു അദദു സുക്കാനിഹ
ബില്യൂന നസമത്തൻ, അതിന്റെ എണ്ണം, അവരുടെ താമസക്കാരുടെ എണ്ണം കോടിയിലധികം, 100 കോടിയിലധികമുണ്ട്. ويتحدث أبناء الهند بلغات മുഖ്തലിഫ, ഇന്ത്യയുടെ മക്കൾ എന്നാണ് ഇന്ത്യക്കാർ, അവർ സംസാരിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളാലാണ്. വല്ലുഗത്തുൽ ഹിന്ദിയ്യത്തു ഹിയ ലുഗ റസ്മിയത്തു ലിൽ ബിലാദ്. ഹിന്ദി ഭാഷയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒഫീഷ്യൽ ഭാഷയായിട്ട് പരിഗണിക്കുന്നത്. തദുമ്മുൽ ഹിന്ദു ഫി അഹ്ലാനിഹ അദ്ദിയാനാത്തിൽ മുഖ്തലിഫ. ഇന്ത്യ അതിന്റെ ചിറകൾക്കുള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഏതൊക്കെ? അദ്ദിയാനാത്തുൽ മുഖ്തലിഫത്തി, വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങൾ. മിൻഹ അൽ ഹിന്ദുസിയ, അതിൽ ഹിന്ദു മതമുണ്ട്. വൽ ഇസ്ലാം ഉണ്ട്. വൽ മസീഹിയ ഉണ്ട്. വൽ ബുദ്ധിയ, ബുദ്ധിയ ഉണ്ട്, ബുദ്ധമതമുണ്ട്. മസീഹിയ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതമുണ്ട്. വസീഹിയ, സിഖ് മതമുണ്ട്. വൽ ജൈനിയ, ജൈന മതമുണ്ട്. യഅ്തമിദു ഇഖ്തിസാദുൽ ഹിന്ദ് അല സിറാഅ, ഇന്ത്യയുടെ യഅ്തമിദു, അതിന്റെ സാമ്പത്തിക ഭദ്രത നിലകൊള്ളുന്നത്, അത് തമദാല, അതായത് എന്താ പറയാ, താങ്ങി നിൽക്കുന്നത് എന്തിന്റെ മുകളിലാണ്? കൃഷിയുടെയും അതേപോലെ തന്നെ നിർമ്മാണത്തിന്റെയും മേഖലകളിലാണ്. തസ്നഉ മിനൽ ഇബ്രത്തി ഹത്ത സവാരിഖ്, എന്ത് മുതല്? സൂചി മുതല് റോക്കറ്റ് വരെ ഉണ്ടാക്കുന്നു. വൽ അഖ്മാറ സിനാഇയ്യ, അതേപോലെ തന്നെ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു. അൻജബത്തിൽ ഹിന്ദു അസ്ഉഅമ അൽ കിബാർ, ഇന്ത്യ ഒരുപാട് നേതാക്കന്മാരെ എന്ത് ചെയ്തിട്ടുണ്ട്? ബീജഭാവം നൽകിയിട്ടുണ്ട്. വൽ കിബാർ ഉലമാ അസ്ഉഅമ അൽ കിബാർ മിൻഹുൽ മഹാത്മാഗാന്ധി, അതിൽപ്പെട്ട ആളുകളാണ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന അബുൽ കലാം ആസാദ്, അങ്ങനെയുള്ള പലരും. തസ്ഖറുൽ ഹിന്ദു ബിൽ ആഥാരി താരിഖിയ്യ അൽ ഖദീമ, ഇന്ത്യ തിളങ്ങുന്നു പഴയ ഇന്ത്യയുടെ ചരിത്രം കാരണം. തസ്ഹറുൽ ഹിന്ദു ബിൽ ആഥാരി താരിഖിയ്യ അൽ ഖദീമ, അതിൽപ്പെട്ടതാണ് എന്തൊക്കെ? മനാറത്ത് ഖുതുബ് മിനാർ അതിൽപ്പെട്ടതാണ്. അല്ലദീ യഅതി ലിസിയാറത്തിഹ, അല്ലത്തി, എങ്ങനെയുള്ളത്? യഅതി ലിസിയാറത്തിഹ, അത് സന്ദർശിക്കാൻ വരുന്നു. സുവാഹൻ മിനൽ ബിൽദാനിൽ അജ്നബിയ, ഒരുപാട് വൈദേശിക രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ കടന്നു വരുന്നു. ബി അഅദാദിൻ ഹാഇലത്തിൻ, വലിയ എണ്ണത്തോൾ എന്നാണ്. ഒരുപാട് ആളുകള്, വിദേശികള് കാണാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഇത് കുത്തുബ് മിനാർ എന്നുള്ളത്. കുല്ലസനദിൻ, ഓരോ വർഷവും എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഇനി അതില് ഹാമിദും ആദിലും തമ്മിലുള്ള സംഭാഷണമാണ്. ഹാമിദ്: മസാ അൽ ഖൈർ, മസാ അന്നൂർ, ഗുഡ് ഈവനിങ് പറയാൻ വേണ്ടിയാണ് മസാ ഉപയോഗിക്കുന്നത്. മിൻ ഐന ഹദർതുക, മിൻ ഐന ഹദറതുക, എവിടുന്നാണ് നിന്റെ ഹാജരാവൽ? അന മിനൽ ഇറാഖ് എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് നീ വരുന്നതെന്ന് ചോദിച്ചതാണ്. മിൻ ഐന ഹദറതുക, അന മിനൽ ഇറാഖ്, ഞാന് ഇറാഖിൽ നിന്നാണ്. മല്ലദി ജാഅക ഇലൽ ഹിന്ദ്, എന്താണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് വരാണ്ടായ കാരണം? അന സായിഹുൻ, ഞാനൊരു ടൂറിസ്റ്റ് ആണ്. ജിഅ്തു ലിസിയാറത്തിൽ ആഥാരിൽ ഖദീമ, ഞാൻ പഴയ പൈതൃകങ്ങൾ കാണാൻ ഇറങ്ങിയതാണ്. അഹ്ലൻ ബിക, താങ്കൾക്ക് സ്വാഗതം. ശുക്രൻ ജസീലൻ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അന ഉരീദു അൻ അജ്മഅ ബഅദുൽ മഅലൂമാത് അനിൽ ഹിന്ദ്, ഞാൻ ഇന്ത്യയെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഫിക്രത്തുൻ ജമീല, നല്ല ഒരു ഗുഡ് ആശയം, ഗുഡ് ഐഡിയ. മാ ഹിയൽ മഅലൂമാത് അല്ലതി തുരീദുഹ മിന്നി, എന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷനാണ് വേണ്ടത്? അലാമ യഅ്തമിദു ഇഖ്തിസാദുൽ ഹിന്ദ്, ഇന്ത്യയുടെ സാമ്പത്തിക നില എന്തിന്റെ മേൽ അടിസ്ഥാനപ്പെടുത്തിയാണ്? യഅ്തമിദു ഇഖ്തിസാദുൽ ഹിന്ദ് അല സിറാഅ വസ്സിനാഅത്തി വസ്സിയാഹത്തി വത്തസ്ദീർ, ഇന്ത്യ എന്തൊക്കെയുണ്ട്? കച്ചവടം ഉണ്ട്, ഐ മീൻ കൃഷിയുണ്ട്, അതേപോലെ തന്നെ നിർമ്മാണമുണ്ട്, ടൂറിസം ഉണ്ട്, അതേപോലെ തന്നെ കയറ്റുമതിയുണ്ട്. ഓക്കെ, എന്തൊക്കെയുള്ളത്? മാഹില അയ്യാദല്ലത്തി യഹ്തഫിലു ബിഹ അൽ ഹുനൂദ്, ഇന്ത്യക്കാര് ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ, ഈദുകൾ, അയാദ്, ഈദുൻ ജമു അയാദ്, അതൊക്കെ ഏതൊക്കെയാണ്? നഹ്നു നഹ്തഫിലു ബി അയാദി ജമീഇൽ അദ്യാൻ, എല്ലാ മതത്തിന്റെയും ആഘോഷങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്, ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അദ്കുർ ഉദ്കുർ അദ്കുറു അലാ സബീലിൽ മിസാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ഉദാഹരണം ഓർക്കുകയാണെങ്കിൽ, ബീദിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഈദ്, വഹോളി, അതേപോലെ തന്നെ ഹോളി,
ദീപാവലി, അതേപോലെ ദീപാവലി. ദീപാവലി അൽ ഹിന്ദുസ്, ഹിന്ദുക്കളുടെ ദീപാവലി. ഈദ് മീലാദിൽ മസീഹ്, അതേപോലെ തന്നെ ക്രിസ്തു ജനിച്ച ക്രിസ്മസ്. പിന്നെ മീലാദുൽ മസീഹ് വഗൈരിഹ മിനൽ അയാദ്, അതുപോലെയുള്ള വേറെയും കുറെ ഈദുകൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. മാഹിയ ദുഖൂലുൽ മാഹിയ ദുവലുൽ മുജാവറത്തി, മുജാവറത്ത് എന്ന് പറഞ്ഞാല് അയൽവാസികൾ നടത്തും കേട്ടോ. ഇന്ത്യയുടെ അയൽവാസികയായിട്ടുള്ള അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മിനദ്വലിൽ മുജാവറത്തിൽ ഹിന്ദി പാകിസ്ഥാൻ, ഒസീൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ബർമ്മ, ശ്രീലങ്ക. ഈ രാജ്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നത് രാജ്യങ്ങൾ. മാഹിയ അംലമത്തുൽ ഹിന്ദ്, ഉംലത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ കറൻസി ഏതാണ്? ഉംലത്തുൽ ഹിന്ദി റൂബിയ, എന്താണ്? റൂബിയത്താണ് കറൻസി. ശുക്രൻ ലിഹാദിഹിൽ മഅലൂമാത്തിൽ ഖയ്യിമ, ഈ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻസിന് നിങ്ങൾക്ക് നന്ദി. അഫ്വൻ, വെൽക്കം. അത്തമന്ന ലക ഇഖാമ ത്വയ്യിബ, താങ്കൾക്ക് സുന്ദരമായിട്ടുള്ള ഒരു സ്റ്റേ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, ഒറ്റ പാഠം കൂടി ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യും. അത് ഇസ്മു തഫ്ദീലിനെ കുറിച്ച് പറയുന്നതാണ്. ഒന്നൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അഫ്അൽ വസ്നിൽ ഉപയോഗിക്കുന്നത്, ഇസ്മു തഫ്ദീൽ ഉപയോഗിക്കുന്നത്. ഷാത്തി, തീരം. അത്വല്, നീളമുള്ള. നെഹർ, പുഴ. അഖ്ദസ്, എന്താ പറയാ, പൈതൃകമുള്ള അല്ലെങ്കിൽ പുണ്യമുള്ള എന്നൊക്കെ അർത്ഥം, ഏറ്റവും പുണ്യമുള്ള. ആസിമത്ത്, തലസ്ഥാനം. യതജാവസ് ഉൾക്കൊള്ളുന്നു, ഏകദേശം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും തജാവസ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിര് കവിയുന്ന ആ ഒരു ഭാഗം വരെ എത്തുന്നതിനാണ് തജാവസ എന്ന് ഉപയോഗിക്കുക. അർക്ക എന്ന് പറഞ്ഞാൽ ഉയർന്ന, അക്തം പഴയ, അറക്ക് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, നല്ല പൈതൃകമുള്ള എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഹവിയ ബി എന്ന് പറഞ്ഞാൽ ഭാഗ്യം സിദ്ധിച്ചു. അഷ്ഹറു, പ്രശസ്തമായ. അജ്മലു, ഏറ്റവും സുന്ദരമായ. അർവഉ, കാണാൻ ഭംഗിയുള്ള, ഏറ്റവും ഭംഗിയുള്ള എന്നർത്ഥം. സായിഹ്, ടൂറിസ്റ്റ്. അപ്പോ ഡൽഹിയിലേക്ക് ടൂറിസ്റ്റ് വരുന്ന ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭാഗത്തിൽ പറയുന്നത്. നോക്കാം. ഡൽഹി മദീനത്തുൻ താരീഖിയ, ഡൽഹി ഒരു ചരിത്രപരമായിട്ടുള്ള പട്ടണമാണ്. തഖ്വ അല ഷാത്തിഇ നഹ്രി യമുന, അത് യമുന തീരത്താണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അല്ലദി യുഅദ്ദു മിൻ അത്വലിൽ അൻഹാരിൽ ഹിന്ദിയ, അതെങ്ങനെയാ യുഅദ്ദു കണക്കാക്കപ്പെടുന്നു, മിൻ അത്വലിൽ അൻഹാരിൽ ഹിന്ദിയ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. വഅഖ്ദസിഹ ഇൻദൽ ഹിന്ദുസ്, അതേപോലെ തന്നെ ഏറ്റവും പുണ്യമുള്ള ഒരു നദിയാണ് ആരടുത്ത്, ഇന്ദൽ ഹിന്ദുസ്, ഹിന്ദുക്കളുടെ അടുക്കല്. വഹി ആസിമത്തുൻ ലിൽ ഹിന്ദ്, അത് ഇന്ത്യയുടെ തലസ്ഥാനമാണ്. യതജാവസു അദദു സുക്കാനിഹ 14 മില്യൺ നസമ, അതിൽ 14 മില്യൺ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ താമസിക്കുന്നത്. അതിനോളം അടുക്കുന്നുണ്ട്, എത്രത്തോളം എത്തുന്നുണ്ട്. യതജാവസു ഫിൽ വഖ്തിൽ ഹാദിറി, സമയത്ത്. വഹിയ അക്ബറു മിൻ മദീനത്തി ലക്നൗ, അത് ലക്നൗ പട്ടണത്തെക്കാൾ വലുതാണ്. ഒന്നൊന്നിനേക്കാൾ വലുതാണ്, പ്രശസ്തമാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി അഫ്അലു വസ്നിലുള്ള ഒരുപാട് വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചതായിട്ട് കാണാം. അതാണ് ഈ ഭാഗത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതി കേട്ടോ. വഹി അക്ബറു മിൻ മദീനത്തി ലക്നൗ വലാകിന്നഹ, പക്ഷെ അത് അസ്ഗറു മിൻ മദീനത്തി മുംബൈ, മുംബൈനേക്കാളും ചെറുതാണ്, എന്നാൽ ലക്നൗവിനേക്കാൾ വലുതുമാണ്. അപ്പോ അക്ബറു അസ്ഗറു എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചു. തുജദ് ഫീഹ അർഖൽ ജാമിഅത്തിൽ വൽ മുസ്തശ്ഫയാത്ത്, അവിടെ വലിയ യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കമായി തൂജദ് ഫീഹ അഖ്ദമുൽ ആഥാർ താരീഖിയ വഅറഖിഹ, അവിടെ ഏറ്റവും പഴയ കുറച്ച് ഡീപ്പായിട്ടുള്ള ചരിത്ര പൈതൃകങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണുന്നുണ്ട്. ലിഅന്നഹ, കാരണം എന്താണ്, ഹവിയത് ബിഇനായത്തി അദദിൻ മിനൽ മുലൂക്ക്, ഒരുപാട് രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം അതിന് ലഭിച്ചിട്ടുണ്ട്, അവരുടെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അഷ്ഹറുഹ, അതിലേറ്റവും പ്രശസ്തരാണ് ഷാജഹാൻ ചക്രവർത്തി. അല്ലദീ ബന അജ്മല അഥരിൻ താരീഖിയിൻ, ഏറ്റവും നല്ല ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കെട്ടിടം പണിത, അഥർ അടയാളം പണിതുണ്ടാക്കിയ.
ഏറ്റവും കാണാൻ ഭംഗിയുള്ളതും. വഹുവ അതെന്താണ്? താജ്മഹൽ, താജ്മഹലാണ്. യഅതി ലിസിയാറതിഹി കുല്ല സനത്തിൻ. ആ താജ്മഹൽ സന്ദർശിക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി എല്ലാ വർഷവും ഒരുപാട് ആളുകൾ വരുന്നു. സനത്തിൽ മലായീൻ മിന സുവാഹ്, മില്യൺസ് കണക്കിന് യാത്രക്കാരെ, സുവാഹ് ടൂറിസ്റ്റുകൾ വരുന്നു. മിൻ ദാഖിലിൽ ഹിന്ദ്, ഇന്ത്യക്കകത്ത് നിന്നും, വഖാരിജിഹ, ഇന്ത്യക്ക് പുറത്തു നിന്നും. വമിൻഹും, അതിൽപ്പെട്ടതാണ്, അവരിൽപ്പെട്ടതാണ് അഹ്മദ്, അഹ്മദ് അവരിൽപ്പെട്ടതാണ്. വഹുവ മിനൽ മഗ്രിബ്, അഹ്മദ് എവിടുന്ന വരുന്നത്? മൊറോക്കോയിൽ നിന്നാണ്. മഗ്രിബ് എന്ന് പറഞ്ഞാൽ, മൊറോക്കോ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അറബി പേരാണ് മഗ്രിബ്. ഓക്കെ. ദെൻ അഹ്മദും അതേപോലെ തന്നെ ഹസനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇനി പറയുന്നത്. മർഹബൻ മർഹബൻ ബിക മിൻ ഐൻ ഹദ്റതുക് അന മിനൽ മഗ്രിബ് മല്ലദി ജാഅ ബിക ഇലൽ ഹിന്ദ്. എന്താണ് മല്ലദി? മല്ലദി ജാഅ ബിക, എന്താണ് എന്നെ കൊണ്ടുവന്നത്? അന സാഇഹുൻ ജിഅ്തു ലിസിയാറത്തിൽ ആഥാരിൽ ഖദീമ ലിൽ അൽ ഹിന്ദ്. ഞാനൊരു സന്ദർശകനാണ്, ടൂറിസ്റ്റ് ആണ്. ജിഅ്തു ലിസിയാറത്തിൽ ആഥാരിൽ ഖദീമ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലുള്ള പഴയ പൈതൃകൾ കാണാൻ വേണ്ടി വന്നത്. അഹ്ലൻ ബിക ഹൽ സുർത അയ്യ മൗഖി അഥറിൻ ഫി ദിൽഹി. നിങ്ങൾ ഡൽഹിയിൽ ഏതെങ്കിലും പൈതൃകങ്ങൾ നിലനിൽക്കുന്ന മൗഖി അഥറുള്ള, അതായത് ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടോ? ഇല്ല, ഇല്ല. അന വസൽത്ത് അംസ് ഫഖത്ത്, ഞാൻ ഇന്നലെ എത്തിയതേ ഉള്ളൂ. വമാഹിയ അൽ ആഥാറു ഫി ഡൽഹി, ഡൽഹിയിലുള്ള പൈതൃകങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹി മലിഅത്തു ബിൽ ആഥാരിൽ ഖദീമ, ഡൽഹി പഴയ പൈതൃകങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. മിൻ അഷ്ഹരിഹ മനാറത്തു ഖുത്ബ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഖുത്ബ് മിനാരമാണ്. ദെൻ വൽഖലഅത്തുൽ ഹംറ വൽ മസ്ജിദുൽ നബവി, കുതുബ് മിനാർ മാത്രമല്ല, അതേപോലെ തന്നെ ഖലഅത്തുൽ ഹംറ, റെഡ് ഫോർട്ട് ഉണ്ട്. വൽ മസ്ജിദുൽ ജാമി, ജുമാ മസ്ജിദ് ഉണ്ട്. അന ഉരീദു അൻ അസൂറ അവലൻ താജ്മഹൽ, എനിക്ക് ആദ്യം താജ്മഹലാണ് കാണേണ്ടത്. വലാകിൻ താജ്മഹൽ ലാ യഖഉ ഫി ഡൽഹി, പക്ഷെ താജ്മഹൽ ഡൽഹിയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഇതൻ ഐന യഖഉ താജ്മഹൽ, പിന്നെ താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? യഖഉ താജ്മഹൽ ഫി മദീനത്തി ആഗ്ര, താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്ര പട്ടണത്തിലാണ്. كم تعبد آغرا من دلهي, ആഗ്ര ഡൽഹിയിൽ നിന്ന് എത്ര ദൂരമാണ്? തഖവ ആഗ്ര അലാ ബഅദി അക്തർ മിൻ 100 കിലോമീറ്റർ മിൻ ഡൽഹി, ഡൽഹിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ആഗ്ര സ്ഥിതി ചെയ്യുന്നത്. കൈഫ അസ്ലു ഇല ആഗ്ര, എനിക്ക് എങ്ങനെയാണ് ആഗ്രയിൽ എത്താൻ പറ്റുക? അൽ വസൂലു ഇല ആഗ്ര സഹൽ ജിദ്ദൻ, ആഗ്രയിലേക്ക് എത്തൽ വളരെ എളുപ്പമാണ്. തതവഫറു ഇദ്ദത്തു വസാഇൽ ലിനഖൽ, ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡുകൾ, വസാഇൽ ലിനഖൽ പറഞ്ഞാല് മാധ്യമങ്ങൾ, യാത്രാ മാധ്യമങ്ങൾ ഒരുപാടുണ്ട്. മിൻഹ ത്വാഇറ, അതില് ഫ്ലൈറ്റ് ഉണ്ട്. വൽ ഖിത്താർ, ട്രെയിൻ ഉണ്ട്. വൽ ബാസ്, ബസ് ഉണ്ട്. വസയ്യാറ, കാർ ഉണ്ട്. വഗൈരിഹ, അതേപോലെയുള്ള മറ്റ് സംഗതികളൊക്കെ ഉണ്ട്. അയ്യത്ത് വസീലത്തിൻ അക്സറു റാഹത്തിന്, ഏതാണ് ഏറ്റവും സുഖകരമായിട്ടുള്ളത്, റാഹത്ത് ലഭിക്കുന്നത്? അൽ ഖിതാറു ബിത്തബ, തീർച്ചയായും എന്താണ്? ട്രെയിനാണ്. സാമ്പത്തികമായി നോക്കിയാലും ശാരീരികമായിട്ട് നോക്കിയാലും ഒക്കെ റാഹത്ത് വരുന്നത് ഏതാണ്? ട്രെയിനാണ് എന്നർത്ഥം. ബിത്തബ അക്സറു റാഹത്തിന്. വലാകിൻ ത്വാഇറ അസ്റ, പക്ഷെ വേഗത്തിലെത്ത ഏതാണ്? വിമാനമാണ്. അയ്യുഹുമാ തുഫദ്ദിലുഹു അൻത, നീ ഏതാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തത്? അന ഉഫദ്ദിലുൽ ഖിതാർ, കാരണം ഞാൻ സെലക്ട് ചെയ്യുന്നത് ട്രെയിനാണ്. ലിഅന്നഹു മുരീഹുൻ, അത് നല്ല ആശ്വാസം നൽകുന്നതാണ്. വമഅ്മൂൻ, അതേപോലെ തന്നെ സെക്യൂറുമാണ്. നല്ല റാഹത്ത് നൽകുന്നതുമാണ്, അതേപോലെ തന്നെ സെക്യൂർ ആണ്. മതാ യദ്ഹബുൽ ഖിത്താർ, എപ്പോഴാണ് ഈ ട്രെയിൻ ഒന്ന് പോവുക, ട്രെയിൻ പോവുക? ഹുനാക ഖിത്താറുൻ സരീഉൻ ലി ആഗ്ര, അവിടെ ആഗ്രയിലേക്ക് ഒരു സ്പീഡ് ട്രെയിൻ ഉണ്ട്. യദ്ഹബു ഇലൈഹ സബാഹൻ, അത് രാവിലെ അവിടുന്ന് പോകും, ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് പോകും. വയർജിഉ മിൻഹ വയർജിഉ മിൻഹ മസാഇൻ, എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യും. ശുക്രൻ ജസീലൻ, താങ്ക് യു വെരി മച്ച് ലിഹാദിഹിൽ മഅലൂമാത്തിൽ മുഫീദ, ഈ ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസിന് അലഫ്, വെൽക്കം. ഇത്രയാണ് യൂണിറ്റ് 3 വരുന്ന ഭാഗങ്ങൾ. ഇനി വരുന്നത് യൂണിറ്റ് 4 നമുക്കൊരു നെക്സ്റ്റ് വേറൊരു സെഷൻ ആക്കി എടുക്കാം. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. സോ ഇതുവരെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് താങ്ക് യു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ശുക്രൻ ജസീലൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. ഹയ്യാക്കും അല്ലാഹു വഇയ്യാക്കും. ജസാക്കും അല്ലാഹു അഹ്സനൽ ജസാ. മഅസ്സലാമ.